20 മിനിറ്റിൽ 40 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് RRB ക്ലർക്ക് പ്രിലിംസിന്റെ QA സെക്ഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത്. അപ്പൊ ഇത്രയും ചെറിയൊരു സമയത്ത് ഇത്രയും നമ്പർ ഓഫ് അറ്റൻഡ് ചെയ്യണം. നമ്മുടെ ടാർഗറ്റ് എന്താ? 40 ഔട്ട് ഓഫ് 40. അപ്പൊ നമുക്ക് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സ്പീഡ് ഉണ്ടാവണം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ. എസ്പെഷ്യലി അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ്സിനുള്ളിൽ ആൻസർ കിട്ടണം. അപ്പൊ അങ്ങനെ സെക്കൻഡ്സിനുള്ളിൽ ആൻസർ കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം? നമുക്ക് ഒരുപാട് ട്രിക്സ് അറിഞ്ഞിരിക്കണം. അപ്പൊ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക്കിന്റെ അടിപൊളി ഒരുപാട് ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്കും പേനും ഉണ്ടാവണം. എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, അതായത് എന്തൊക്കെ ഞാൻ പറഞ്ഞു തരുന്നു അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം, റിവിഷൻ ചെയ്യുക. നമ്മുടെ എക്സാം ഡേറ്റ് എന്നാ 6, 7, 13, 14 ഡിസംബറാണ്. അധികം ദിവസങ്ങളൊന്നുമില്ല. ഇനി 3 ദിവസം കൂടെ കഴിഞ്ഞ് എക്സാം വരുവാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ആവശ്യം വരും. അത് മാത്രമല്ല ഇതേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? നിങ്ങളുടെ ആക്ച്വൽ എക്സാമിന് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് നോട്ട്സ് എഴുതുക, ട്രിക്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക, റിവിഷൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഒരുപാട് സമയം കളയേണ്ട, നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് നേരെ പോകാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലുണ്ട്, നമുക്ക് ചെയ്തു തുടങ്ങാം. നോക്കിക്കോ. റേഷ്യോ ഓഫ് ഇൻകം ഓഫ് A and B is 3:2 and the ratio of their expenditure is 8:5. If they save 6,000 and 5,000 respectively, find the income of A. അപ്പൊ നമുക്ക് ഇവിടെ 2-3 ഡേറ്റാസ് തന്നിട്ടുണ്ട്. ഇൻകത്തിന്റെയും എക്സ്പെൻഡിച്ചറിന്റെയും റേഷ്യോ തന്നിട്ടുണ്ട്, സേവിങ്സിന്റെ ആക്ച്വൽ വാല്യൂ തന്നിട്ടുണ്ട്. അതായത് നമുക്ക് റേഷ്യോനെ ആക്ച്വൽ വാല്യൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ എത്ര വ്യക്തികളുണ്ട്? 2 പേരുണ്ട്, എയും ബിയും ഉണ്ട്. അപ്പൊ അവരുടെ ഇൻകത്തിന്റെ റേഷ്യോ തന്നിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞേ 3:2 അല്ലേ? അപ്പം എയുടെയും ബിയുടെയും ഇൻകത്തിന്റെ റേഷ്യോ തന്നിരിക്കുന്നത് 3:2 ആണ്. അതുപോലെ എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ എത്ര തന്നിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞു, ഉറക്കെ പറഞ്ഞേ. എത്രയാണ് എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ? 8:5 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ വേറൊരു ഡേറ്റയും കൂടെ നമുക്ക് തന്നിട്ടില്ലേ? ആ ഡേറ്റ എന്തായിരുന്നു? സേവിങ്സിന്റെ ഡേറ്റ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ സേവിങ്സ് ഇവിടെ തന്നിരിക്കുന്നത് റേഷ്യോ അല്ല, ആക്ച്വൽ വാല്യൂ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. എത്ര? 6,000ഉം അതുപോലെ 5,000 ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇപ്പൊ ഈ ഒരു ട്രിക്ക് അറിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിനെല്ലാം ഇങ്ങനെ വേരിയബിൾസ് ഇട്ട് കൊടുക്കും. എക്സ്, അതുപോലെ ഇതിന് എന്ത് കൊടുക്കും? വൈ എന്ന് കൊടുക്കും. എന്നിട്ട് എയുടെ കേസിൽ ഇങ്ങനെ സേവിങ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ സേവിങ്സ് അല്ല. അപ്പം 3x - 8y = 6,000 എന്ന് പറഞ്ഞ ലീനിയർ ഇക്വേഷൻ കിട്ടും. ബിയുടെ കേസിലാണെങ്കിലോ 2x - 5y = 5,000 എന്ന് പറഞ്ഞ ലീനിയർ ഇക്വേഷൻ കിട്ടും. അതിനെ സോൾവ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. കാര്യം നമ്മുടെ അത്രയും സമയമില്ല. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത് നോക്കിക്കോ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രിക്കിന്റെ പേരാണ് ഇനിഷ്യൽ ഫൈനൽ റേഷ്യോ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചെയ്യുന്ന മെത്തേഡ് നോക്കിക്കോ. നമ്മൾ ആദ്യം എന്ത് ചെയ്താൽ മതി? ഈ ഒരു റേഷ്യോ വാല്യൂവിനെയും ഈ ഒരു ആക്ച്വൽ വാല്യൂവിനോട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 8 × 5 എത്ര വരും? 40 വരും. 3 പൂജ്യം കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 40,000 കിട്ടും. അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ. ഇനി 5ഉം 6,000 മൾട്ടിപ്ലൈ എത്ര വരും? 30,000 നമുക്ക് കിട്ടത്തില്ലേ? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ 3ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 3ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ എത്ര കിട്ടും? 15 കിട്ടത്തില്ലേ? അടുത്തത് 8ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ എത്ര കിട്ടും? 16 കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന റേഷ്യോ വാല്യൂവിന്റെ ഡിഫറൻസ് എത്ര ഇവിടെ കിട്ടുന്നത്? നിങ്ങൾ പറഞ്ഞേ. റേഷ്യോ വാല്യൂവിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റും ഇവിടെ തന്നിരിക്കുന്ന ആക്ച്വൽ വാല്യൂവിന്റെ ഡിഫറൻസ് എത്ര? 10,000 കിട്ടത്തില്ലേ? അപ്പൊ നമുക്ക് 1 യൂണിറ്റ് വാല്യൂ, അതായത് 10,000 ആണല്ലേ? ഓക്കെ, 1 യൂണിറ്റിന്റെ വാല്യൂ എത്ര നമുക്ക് കിട്ടിയിരിക്കുന്നത്? 10,000 നമുക്ക് കിട്ടി. അപ്പൊ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന 1 യൂണിറ്റ് വാല്യൂ നമുക്ക് എവിടെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ തന്നിരിക്കുന്ന ഇനിഷ്യൽ റേഷ്യോയിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഇനിഷ്യൽ റേഷ്യോ എന്താ? നമ്മുടെ ഇൻകം ആണ്. എന്തുകൊണ്ടാണ് ഇനിഷ്യൽ റേഷ്യോ ആയത്? ഇനിഷ്യൽ റേഷ്യോ ആയിട്ടുള്ള ഇൻകത്തിൽ നിന്നും സേവിങ്സ് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫൈനൽ റേഷ്യോ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ കിട്ടി. ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഇൻകം ഓഫ് എ. അപ്പം എയുടെ ഇൻകം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? എത്ര യൂണിറ്റാ? 3 യൂണിറ്റ് അല്ലേ? അപ്പൊ എത്ര വരും? 30,000, 30,000 ആൻസർ വരും. അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഏതാ ഓപ്ഷൻ നിങ്ങൾ പറഞ്ഞേ? ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞത്. ഇത്രയുള്ള കാര്യം. അപ്പൊ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കിട്ടിയിരിക്കുന്ന 1 യൂണിറ്റ് വാല്യൂ നമുക്ക് ഇവിടെ ഇനിഷ്യൽ റേഷ്യോസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്തില്ല, നിങ്ങൾ നേരെ എക്സ്പെൻഡിച്ചറിലാണ് കൊടുക്കുന്നതെങ്കിൽ അത് തെറ്റിപ്പോകും. അതുകൊണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അത് നിങ്ങളുടെ ആ ഒരു നോട്ടിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്ക്. ഈ ഒരു കാര്യം നിങ്ങളുടെ വേർഡിങ്സിൽ, നിങ്ങളുടെ ലാംഗ്വേജിൽ ഒന്ന് എഴുതി വെക്കുക. അപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. The ratio between the percentage of A and B is 9:7 respectively. The ratio between A's age 10 years ago and B's age 15 years hence is 7:10. What is the ratio between
A sage 5 years hence and B sage 5 years ago. അപ്പൊ കാണുമ്പോൾ നല്ലൊരു അടിപൊളി ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജിന്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിനകത്ത് ഒരു അടിപൊളി ട്രിക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞത് നോക്കിക്കോ. നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താ, പ്രസന്റ് ഏജോ ആരുടെയൊക്കെ തന്നിട്ടുണ്ട്, എയുടെയും അതുപോലെ ബിയുടെയും തന്നിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരുടെ പ്രസന്റേജ് തന്നിട്ടുണ്ട്. എത്ര റേഷ്യോ തന്നിരിക്കുന്നത്, എത്ര നിങ്ങൾ പറഞ്ഞേ. നമുക്ക് തന്നിട്ടുണ്ട് 9:7 നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വേറൊരു ഡേറ്റ തന്നിട്ടില്ലേ, എന്താ പറഞ്ഞിരിക്കുന്നത്, the ratio between A's age, എയുടെ ഏജ് 10 years ago and B's age 15 years hence is 7:10 തന്നിട്ടുണ്ട്. അതായത് എയുടെ ഏജ് 10 years agoയും ബിയുടെ ഏജ് 15 years hence നമുക്ക് തന്നിട്ടുണ്ട് 7:10 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നോർമലി എല്ലാവരും ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് അറിയാം. ഇതിനെയൊക്കെ x ഇട്ട് കൊടുക്കും, 9x 7x എന്ന് കൊടുക്കും. 10 years ago എയുടെ ഏജ് കണ്ടുപിടിക്കാൻ 9x - 10 എന്ന് എടുക്കും. ബിയുടെ ഏജ് 15 years hence കണ്ടുപിടിക്കാൻ 7x + 15 എടുക്കും. എന്നിട്ട് അതിൽ എന്ത് ചെയ്യും, 7/10 എന്നുള്ള റേഷ്യോ ആയിട്ട് കണക്ട് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ തന്നിരിക്കുന്ന എയുടെയും ബിയുടെയും പെർസെന്റേജ് കണ്ടുപിടിക്കും. അപ്പൊ എന്ത് സമയം പോകും, ഇവിടെയും നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, ആ ഒരു രീതി ഒന്നും വേണ്ട, നമുക്ക് ഇവിടെ ട്രിക്ക് അപ്ലൈ ചെയ്യണം. ഞാൻ പറഞ്ഞത് നോക്കിക്കും, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എയുടെയും ബിയുടെയും ഏജ് 15 years എഗോയും 15 years ഹെൻസിന്റെ ഏജ് തന്നിട്ടില്ലേ 7:10. നമുക്കൊരു കാര്യം ചെയ്യാം, ആ റേഷ്യോ നമുക്ക് ഫൈനൽ റേഷ്യോ ആയിട്ട് എടുക്കാം. നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റിന് പറഞ്ഞ അതേ കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞത് നോക്കിക്കോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫൈനൽ റേഷ്യോ എത്ര, 7:10 ആയിരിക്കും. പക്ഷെ ഇവിടെ ചേഞ്ച് ഇൻ വാല്യൂ ഉണ്ടായിരിക്കണ്ടേ. ആ ചേഞ്ച് ഇൻ വാല്യൂ എന്താണെന്ന് നിങ്ങൾ അറിയോ, എയുടെ ഏജ് 10 years എഗോ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ പ്രസന്റ് ഏജ് ആണെങ്കിൽ എഗോ അല്ലെങ്കിൽ അതിന് മുൻപത്തെ ഏജസ് ഒക്കെ എപ്പോഴും നമ്മൾ നെഗറ്റീവ് വാല്യൂസ് എടുക്കണം. ഹെൻസ് അല്ലെങ്കിൽ ശേഷം, ആഫ്റ്റർ എന്നുള്ള കേസുകളിലെ ഏജസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് വാല്യൂ ആയിട്ട് എടുക്കണം. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആക്ച്വൽ വാല്യൂ എത്ര ആയിരിക്കും, എയുടെ ഏജ് 10 years എഗോ അല്ലേ, അപ്പൊ നമ്മൾ എന്ത് കൊടുത്താൽ മതി, -10 എന്ന് കൊടുത്താൽ മതി. ബിയുടെ ഏജ് 15 years ഹെൻസ് അല്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ +15 എന്ന് കൊടുത്താൽ മതി. ഇനി നമ്മൾ നോർമലി ചെയ്ത അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്ത അതേ കൺസെപ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇനിഷ്യൽ ഫൈനൽ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി. അതായത് 7 15 കൂടെ മൾട്ടിപ്ലൈ എത്ര കിട്ടും, 15 105 നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ 10 -10 കൂടെ മൾട്ടിപ്ലൈ എന്ത് വരും, -100 വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണെങ്കിൽ +105 വരും. ഇനി അടുത്ത എന്താ, 9 10 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 90 എന്ന് കിട്ടും. 7 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്, 41 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ തന്നിരിക്കുന്ന റേഷ്യോ വാല്യൂസിന്റെ ഡിഫറൻസ് എത്ര, 49 അല്ല 49 ആയിരിക്കും. അപ്പൊ റേഷ്യോ വാല്യൂസിന്റെ ഡിഫറൻസ് ഇവിടെ എത്ര ആയിരിക്കും കിട്ടുന്നത്, 90 - 49 41 യൂണിറ്റ് എന്ന് കിട്ടും. അതുപോലെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആക്ച്വൽ വാല്യൂസിന്റെ ഡിഫറൻസ് എത്ര ആയിരിക്കും, 105 -100 എന്ന് വരണം. അപ്പൊ എത്ര ആയിരിക്കും, 205 അല്ലേ വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം. എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം, ഈ കിട്ടിയിരിക്കുന്ന 41 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 205 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും, 5 അല്ലേ കിട്ടേണ്ടത്. കാര്യം എന്താ, 205/41. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എയുടെ പെർസെന്റേജ് കണ്ടുപിടിക്കാം. എയുടെ പെർസെന്റേജ് എത്ര, 9 യൂണിറ്റ് അല്ലേ. അപ്പൊ 9 യൂണിറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും, 45 ആയിരിക്കും. കാര്യം എന്താ, ഒരു യൂണിറ്റിന്റെ വാല്യൂ 5 ആണെങ്കിൽ 9 യൂണിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും, 45 ആയിരിക്കും. അതുപോലെ ബിയുടെ പെർസെന്റേജ് എത്ര, നമുക്ക് നിങ്ങൾ പറഞ്ഞേ 7 യൂണിറ്റ് അല്ലേ. അപ്പൊ 7 യൂണിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും, × 5 ചെയ്താൽ മതി, 35 കിട്ടി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെയും നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു യൂണിറ്റ് വാല്യൂ നമ്മൾ ഈ തന്നിരിക്കുന്ന ഇനിഷ്യൽ റേഷ്യോ ആയിട്ടുള്ള പെർസെന്റേജിൽ മാത്രമേ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി, what is the ratio between the A stage 5 years hence and B stage 5 years ago. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അത് ഇങ്ങോട്ട് കണ്ടുപിടിച്ചു അല്ലേ, സ്ഥലം കിട്ടത്തില്ലേ, ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്, നമുക്ക് അത് ഇങ്ങോട്ട് നോട്ട് ചെയ്ത് നോക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് വേണ്ടത് A stage 5 years hence അല്ലേ. അപ്പം A + 5 വാല്യൂ ആയിരിക്കും 45 + 5 50 വരും. അതുപോലെ B stage 5 years ago, അപ്പം B - 5 എത്ര ആയിരിക്കും, 35 - 30 എത്ര ആയിരിക്കും, 35 - 5 എത്ര ആയിരിക്കും, 30 ആയിരിക്കും. സോ നമുക്ക് വേണ്ട ആൻസർ അല്ലെങ്കിൽ നമുക്ക് വേണ്ട റേഷ്യോ എത്ര ആയിരിക്കും, 15:30 ആയിരിക്കും. ദാറ്റ് ഈസ് എത്ര ആയിരിക്കണം, 5:3 ആയിരിക്കും. അപ്പൊ ഏതാ ഓപ്ഷൻ എന്ന് പറഞ്ഞത്, ഏതാ ഓപ്ഷൻ, ഓപ്ഷൻ സി ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും നമുക്ക് ഇനിഷ്യൽ ഫൈനൽ റേഷ്യോ മെത്തേഡ് അപ്ലൈ ചെയ്യാം. അപ്പൊ നോർമലി നിങ്ങൾക്ക് ഇത് എക്സും വൈ ഒക്കെ ഇട്ടിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ചാൽ ചെയ്യുന്നത്, അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതിന്റെ ഒരുപാട് ആവശ്യമുണ്ട്, നല്ലൊരു അടിപൊളി ട്രിക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന എക്സാംസിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ 2026 ഒരുപാട് ആൾക്കാർ ബാങ്ക് ജോലി നേടിയെടുക്കണം എന്നൊരു സ്വപ്നമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അവർ ഈ ഒരു ഡേറ്റ് ഓർത്ത് വെക്കണം. എന്നാ, ജാനുവരി 12. ഈ തന്നിരിക്കുന്ന ഡേറ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, നമ്മൾ ദിശ അക്കാഡമിയിൽ പുതുതായിട്ട് ഒരു ബാങ്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
അപ്പൊ അത് ഏതൊക്കെ സെന്ററിലാണെന്ന് അറിയോ? ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര ബ്രാഞ്ചുകളായിരിക്കും നമ്മുടെ ദിശ അക്കാദമിയുടെ ബാങ്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ജാനുവരി 12-ാം തീയതി നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കുക. നമ്മൾ ഒട്ടും ലേറ്റ് ആക്കാൻ പാടില്ല. നമ്മുടെ പ്രിപ്പറേഷൻ എസ്പെഷ്യലി ഒരു കോംപ്രമൈസ് വരാൻ പാടില്ല. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ അത്രയും നല്ലതായിരിക്കും. കാര്യം നമുക്കറിയാം 6 മാസം നമുക്ക് വളരെ ബാങ്ക് എക്സാം നമുക്ക് ട്രാക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അതായത് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും രാവിലെ തൊട്ട് ഉച്ച വരെ ക്ലാസ് കാണും. ഉച്ചയ്ക്ക് ശേഷം നിങ്ങളെ കൊണ്ട് വർക്ക്ഔട്ട് മെറ്റീരിയൽസ് ചെയ്യിപ്പിക്കും. അതെങ്ങനെയാ? അതിനെ 3 ഫേസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം ടോപ്പിക് വൈസ് മെറ്റീരിയൽസ് ചെയ്യിപ്പിക്കും, അതിനുശേഷം സെക്ഷൻ വൈസ് മെറ്റീരിയൽസ് ചെയ്യിക്കും, അതിനുശേഷം ഫൈനൽ ബോസ് എന്തായിരിക്കും നമ്മുടെ മറ്റേ ഗെയിമിലൊക്കെ ഫൈനൽ ബോസ് പറയുന്ന പോലെ നിങ്ങളെ കൊണ്ട് എക്സാം വൈസ് മെറ്റീരിയൽസ് ചെയ്യിക്കും. അതായത് 30 ഡേയ്സ് പ്ലാൻ, 50 ഡേയ്സ് പ്ലാൻ. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾക്ക് മെന്റൽ സപ്പോർട്ട് കാണും. അത് മാത്രമല്ല ഇവിടെ ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മുടെ ദിശ അക്കാദമിയുടെ ഷോർട്സ് ഒക്കെ കണ്ടില്ലേ? ഇവിടെ പിള്ളേർ RRB ക്ലർക്കിന്റെ മോക്കൊക്കെ തകർത്ത് ചെയ്യുന്ന കണ്ടില്ലേ? അതുപോലെ നിങ്ങളെ കൊണ്ട് തകർത്ത് ചെയ്യിപ്പിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ ബെനിഫിറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് മാത്രമല്ല മന്ത്ലി കറണ്ട് അഫയറിന്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ കറക്റ്റ് 6 മാസം കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടത്തില്ലേ? അപ്പൊ ഈ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നമ്മൾ യാഥാർത്ഥ്യമാക്കി തരും. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും. അപ്പൊ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അത് മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ എഡിറ്റോറിയൽ സമ്മറി പ്രസന്റേഷൻ ഉണ്ടായിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കറിയാം SBIPO, IBPSPO ഒക്കെ നമുക്ക് എന്തുണ്ട്? ഈ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. അപ്പൊ ആ ഡിസ്ക്രിപ്റ്റീവിന് നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്യണമെങ്കിൽ നമുക്ക് എഡിറ്റോറിയൽ ഒക്കെ വായിച്ച് അതിന്റെ സമ്മറി ഒക്കെ എഴുതി, അതുപോലെ ഇന്റർവ്യൂ ഇല്ലേ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ ഇല്ലേ, അപ്പൊ അതിന് നല്ലപോലെ പ്രസന്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പെർഫോം ചെയ്യണമെങ്കിൽ അതിലൂടെ ട്രെയിനിങ് തരുന്നുണ്ട്. എഡിറ്റോറിയൽ സമ്മറി പ്രസന്റേഷൻ കാണും, അതിന്റെ ഡിസ്കഷൻ ഒക്കെ കാണും. അപ്പൊ ഇത്രയും നല്ലൊരു അടിപൊളി പാക്കേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു ഡേറ്റ് നിങ്ങൾ ആരും മറന്നുപോയത് ജാനുവരി 12-നാണ്. അപ്പൊ അന്ന് നിങ്ങൾ ഐശ്വര്യമായിട്ട് വന്ന് തുടങ്ങിക്കോ. നമ്മളെല്ലാരും കൂടെ കാണും. നമുക്ക് ഈ വർഷം തന്നെ 2026 തന്നെ ഒരു ബാങ്ക് ജോലി എസ്പെഷ്യലി SBIPO, IBPSPO, RRBPO നമുക്ക് നേടിയെടുക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ 3-ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുണ്ട്. A mixture contains milk and water in the ratio 12:17, 12:17 respectively. The difference between the quantities of milk and water is 15 liter. Okay, നമുക്ക് തന്നിട്ടുണ്ട്, ഡിഫറൻസ് തന്നിട്ടുണ്ട്. How much water should be added to the mixture so that water become 23/29 of the total mixture? അപ്പം എന്താ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, വളരെ ലളിതമായിട്ട് പറഞ്ഞുതരാം. ഈ മിക്സർ കണ്ടെയ്ൻ മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 12:17. അപ്പൊ ഇനിഷ്യൽ റേഷ്യോ എത്ര തന്നിരിക്കുന്നത്? മിൽക്കിന്റെയും വാട്ടറിന്റെ ഇനിഷ്യൽ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 12:17 നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ എന്ത് സംഭവിച്ചു? അവരുടെ ഡിഫറൻസ് തന്നിട്ടുണ്ട്, നമുക്ക് അത് എടുക്കാം, ഇപ്പൊ ആവശ്യമില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡഡ് ടു ദ മിക്സർ സോ ദാറ്റ് വാട്ടർ ബിക്കം 23/29 ഓഫ് ദി ടോട്ടൽ മിക്സർ. അതായത് ഈ 23/29 എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ മിക്സറിന്റെ 23 പാർട്ട് എന്തായി മാറണം? വാട്ടർ ആയിരിക്കണം. അതായത് ഫൈനൽ റേഷ്യോയുടെ കാര്യം ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ റേഷ്യോയിൽ മിൽക്ക് എത്ര ആയിരിക്കും? 29 - 23 എത്രയാണ്? 6 ആയിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ എത്ര ക്വാണ്ടിറ്റി വാട്ടർ ആഡ് ചെയ്തപ്പോൾ ഈ ഫൈനൽ റേഷ്യോ ഓഫ് മിൽക്കും വാട്ടർ എന്തായി മാറി? അതിൽ മിൽക്ക് 6 യൂണിറ്റും അതുപോലെ വാട്ടർ എത്രയാണ്? 23 അല്ലേ? വാട്ടർ 23 ആയി മാറി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കൺസെപ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിയേ, ഇവിടെ വാട്ടർ അല്ലേ ആഡ് ചെയ്തത്, മിൽക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ? നമ്മൾ ഒരു ചേഞ്ചസും വരുത്തിയിട്ടില്ല, കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ തന്നിരിക്കുന്ന 2 റേഷ്യോസിനെ മിൽക്കിനെ കോൺസ്റ്റന്റ് ആക്കണം. ഇവിടെ നോക്കിയേ, ഇവിടെ 12, ഇവിടെ 6 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അവന്മാരെ കോൺസ്റ്റന്റ് ആക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? ഈ ഒരു റേഷ്യോവിന് മൊത്തത്തിൽ ഈ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സത്യം പറഞ്ഞാൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ആവശ്യമില്ല, ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. അതുപോലെ ഈ ഒരു റേഷ്യോ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ നമുക്ക് 6ഉം 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? നിങ്ങൾ നോക്കിയേ, ഈ 6നെയും 12നെയും കട്ട് ചെയ്തൂടെ? 6നെ 6 കൊണ്ട് കട്ട് ചെയ്താൽ 1 ടൈംസും 12നെ 6 കൊണ്ട് കട്ട് ചെയ്താൽ 2 ടൈംസ് വരും. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ റേഷ്യോ എന്തായി മാറും? 12:17. ഇവിടെ എത്രയാണ്? 12:46 വരും. സോ നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ? മിൽക്കിന്റെയും വാട്ടറിന്റെയും ഇനീഷ്യൽ അല്ലെങ്കിൽ അവരുടെ ഡിഫറൻസ് തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 12 - 17 ഡിഫറൻസ് എത്ര? 5 യൂണിറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ആ 5 യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 15 ലിറ്റർ അല്ലേ? അപ്പൊ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 15/5 3 ആയിരിക്കും. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡ് എന്നല്ലേ? അപ്പൊ ഇവിടെ എത്ര ക്വാണ്ടിറ്റി വാട്ടർ ആഡ് ചെയ്തിരിക്കുന്നത്? 46 - 17 എത്ര? 29 അല്ലേ? അപ്പൊ 29 യൂണിറ്റിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു യൂണിറ്റിന്റെ വാല്യൂ 3 ആണെങ്കിൽ 29 യൂണിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത്ര വരും. 27 6 2 3 2 3 6 2 8 87 വരത്തിൽ ഏത് ഓപ്ഷൻ? ഇവിടുത്തെ ഓപ്ഷൻ എ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത കൺസെപ്റ്റ് എന്താ? ഇവിടെ മിൽക്ക് വാട്ടർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് മിൽക്ക് കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്തു? റേഷ്യോ വാല്യൂസിനെ എന്ത് ചെയ്തു? മിൽക്കിന്റെ റേഷ്യോ വാല്യൂസിനെ ഇക്വേറ്റ് ചെയ്തു.
അതിനെന്ത് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിമ്പിൾ മെത്തേഡ്. പിന്നെ നമുക്കത് കണക്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു ഇനിഷ്യൽ മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോസിന്റെ ഡിഫറൻസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്തു ആൻസർ കിട്ടും. പിന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, 23/29 എന്ന് പറഞ്ഞാൽ 29 ടോട്ടൽ മിക്സർ ആണ്. 23 എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. നമുക്ക് വേണ്ടത് മിൽക്കിന്റെയും വാട്ടറിന്റെയാണ്. അപ്പൊ ടോട്ടൽ മിക്സറിൽ നിന്ന് വാട്ടർ മൈനസ് ചെയ്ത് നമുക്ക് ആരെ കിട്ടും? മിൽക്ക് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാ വന്നിരിക്കുന്നു. A sum of money becomes Rs 16,000 in 4 years and Rs 18,522 in 7 years. അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നല്ലൊരു ട്രിക്ക് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് ആരെ കണ്ടുപിടിക്കണം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മൾ പറയാണ് ഈ സം ഓഫ് മണി ബിക്കം 16,000 in 4 years. അതിന്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇനീഷ്യലി പി ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ആ ഒരു സം ഓഫ് മണി അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൾ, നമ്മൾ ആ ഒരു ബാങ്കിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്താണെങ്കിലും അത് പി കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു സ്റ്റാൻഡേർഡ് ഫോം. അതെന്ത് സംഭവിച്ചു? 4 വർഷം കൊണ്ട് എന്തായി മാറി? 16,000 രൂപയായി മാറി. 16,000 രൂപയായി മാറി. ഇനി അടുത്ത സ്റ്റേജ് എന്താ? ആൻഡ് Rs 18,522 in 7 years. അപ്പൊ എല്ലാവരും ചെയ്തൊരു മിസ്റ്റേക്ക് എന്താ പറയുക? 4 വർഷം കൊണ്ട് 16,000 ആയി. പിന്നെ ഇവിടുന്ന് എടുക്കും വീണ്ടും 7 വർഷം. അങ്ങനല്ല, അതായത് ഇനിഷ്യൽ പീരീഡ് തൊട്ട് 7 വർഷമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെയാണല്ലോ കേട്ടോ. ഇവിടം തൊട്ട് നമുക്ക് ഇവിടം വരെ 4 വർഷമാണ്. ബാക്കി 3 വർഷത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പം ഇവിടം വരെ 16,000 ആയി. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ 16,000 കുറച്ച് മേളിലോട്ട് എഴുതാം അല്ലെ, കുറച്ചുകൂടെ കൺഫ്യൂഷൻ മാറും. ഇത് എത്ര ആയിരിക്കും? 16,000 ആയിരിക്കും. അപ്പൊ ഇത് എത്ര വർഷമാണ്? 4 വർഷമല്ലേ. നമുക്ക് ഇതും കൂടി ഇങ്ങോട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ എത്ര ആയിരിക്കും? 4 years ആയിരിക്കും. ബാക്കി എത്ര ഇയേഴ്സ് ആണ് വേണ്ടത്? മൊത്തം 7 years അല്ലേ. അപ്പൊ ബാക്കി എത്ര ഇയേഴ്സ് ആയിരിക്കും? 3 years ആയിരിക്കും. ആ 3 years കൊണ്ട് ഇതെന്തായി മാറി? 18,522 മാറി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ. ഇതെന്താ? A7 ആണ്. അതായത് 7 വർഷത്തെ എമൗണ്ട്. ഇതെന്താ? A4 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ A7/A4ന്റെ റേഷ്യോ എടുക്കാൻ എത്ര വരും? 18,522 ഡിവൈഡഡ് ബൈ 16,000 നമുക്ക് എടുക്കാം. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഈ A7/A4 എന്നുള്ള റേഷ്യോ എടുത്തത്? കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പറഞ്ഞാൽ എന്തായിരിക്കും? സക്സസീവ് പെർസെന്റേജിൽ ഇൻക്രിമെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ എമൗണ്ടുകളെല്ലാം GP-യിലായിരിക്കും. GP-യിൽ ഒരു കോമൺ മൾട്ടിപ്പിൾ ഉണ്ട്. നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈങ് ഫാക്ടർ എന്ന് പറയും. അതിനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എമൗണ്ട് ബൈ പ്രിൻസിപ്പിൾ എന്ന് എടുക്കും. ആ എമൗണ്ട് ബൈ പ്രിൻസിപ്പിൾ എല്ലാ വർഷത്തിലെ ഗ്യാപ്പിലും കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ഒരു എമൗണ്ട് ബൈ പ്രിൻസിപ്പിൾ ഒരു വർഷത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലോട്ട് എത്താം. ഇത്രയും പറഞ്ഞ കൺസെപ്റ്റ് ആണ് ഇത്. നിങ്ങൾക്ക് അറിയത്തില്ല, ഈ ഒരു കൺസെപ്റ്റ് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നല്ല അടിപൊളി കൺസെപ്ച്വൽ ക്ലാസിന്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി പെർസെന്റേജിന്റെ ഇതുപോലെ ആരോ ഒരാൾ പറഞ്ഞു പെർസെന്റേജിന്റെ ഒരു ക്ലാസ് വേണം. ഞാൻ ഇട്ടിട്ടുണ്ട്, കംപ്ലീറ്റ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ 0 to Hero ക്ലാസ്സുകളിൽ ഇനി ക്ലാസ്സുകൾ വേണം. അപ്പൊ നിങ്ങൾ ആവശ്യപ്പെടണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാൻ അതിന്റെ കംപ്ലീറ്റ് കൺസെപ്റ്റും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ചെയ്തിടാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവന്മാരെ കട്ട് ചെയ്ത് ചെറുതാക്കാം. അപ്പൊ നമുക്ക് ഇതിനെ 2 കൊണ്ട് കട്ട് ചെയ്ത് എത്ര വരും? 8,000 വരും. ഇതിനെ 2 കൊണ്ട് കട്ട് ചെയ്താലോ നമുക്കറിയാം 92 എത്ര വരും? 184 വരും. പിന്നെ 1 വരുമ്പോൾ 6 9,261 വന്നു. അപ്പൊ ഇവിടെ എത്ര വർഷത്തെ ഗ്യാപ്പ് ആണ്? 3 വർഷത്തെ ഗ്യാപ്പ് അല്ലേ. അപ്പൊ നമുക്ക് എമൗണ്ട്, അതായത് A7/A4ന്റെ റേഷ്യോ എത്ര കിട്ടി? 9,261 ഡിവൈഡ് ബൈ 8,000 കിട്ടി. അപ്പൊ നമുക്കറിയാം 3 വർഷത്തെ A7/A4ന്റെ റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു മൾട്ടിപ്ലൈങ് ഫാക്ടറിന്റെ റേഷ്യോ ഇതാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? 1 ഇയറിലെ മൾട്ടിപ്ലൈങ് ഫാക്ടർ കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന 9,261 ഡിവൈഡ് ബൈ 8,000 എന്തെടുത്താൽ മതി? ക്യൂബ് റൂട്ട് എടുത്താൽ മതി. ക്യൂബ് റൂട്ട് അല്ലെങ്കിൽ 1/3 പവർ എടുത്താൽ മതി. അപ്പൊ ക്യൂബ് റൂട്ടിന് പകരം ഞാൻ 1/3 എടുത്തു. അതല്ല, നിങ്ങൾക്ക് അത് കൺവീനിയന്റ് അല്ല, അത് മനസ്സിലാവത്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? അതിന്റെ ക്യൂബ് റൂട്ട് എടുക്കാം. അങ്ങനെ നോട്ട് ചെയ്തതിന് സെയിം അല്ലേ. നമ്മൾ എന്ത് ചെയ്തു? ക്യൂബ് റൂട്ട് എടുത്താൽ മതി. അപ്പൊ എത്ര വരും? നമുക്കറിയാം 8,000 എന്ന് പറഞ്ഞാൽ എന്തിന്റെ ക്യൂബാ? 20ന്റെ ക്യൂബാണ്. 9,261 എന്തിന്റെ ക്യൂബാ? 21 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? മൾട്ടിപ്ലൈങ് ഫാക്ടർ കിട്ടി 21/20 കിട്ടി. അപ്പൊ ഈ മൾട്ടിപ്ലൈങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സിമ്പിൾ വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ബൈ പ്രിൻസിപ്പിളിന്റെ റേഷ്യോ, അതായത് 1 ഇയറിലെ എമൗണ്ട് ബൈ പ്രിൻസിപ്പിളിന്റെ റേഷ്യോ ആയിരിക്കും 21/20 എന്ന് പറഞ്ഞാല്. അപ്പൊ ഈ 20 എന്തായിരിക്കും? നിങ്ങൾ പ്രിൻസിപ്പിൾ അല്ലേ. 21 എന്തായിരിക്കും? എമൗണ്ട് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? റേറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി. നമുക്ക് പ്രിൻസിപ്പിൾ ഉണ്ട് 20 ആണ്. ഇവിടെ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിൾ അല്ലേ. എമൗണ്ട് 21, പ്രിൻസിപ്പിൾ 20. അപ്പൊ 21 മൈനസ് 20 ചെയ്താൽ വരും 1 വരത്തില്ലേ. അപ്പൊ 1 ഇയറിൽ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ എത്ര വരും? 5% ആയിരിക്കും ഇവിടുത്തെ എന്ത് പറഞ്ഞത്? ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത്. കണ്ടോ? ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്.
അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു മെത്തേഡിലെ കൺസെപ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി. നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. കംപ്ലീറ്റ് കൺസെപ്റ്റ് ഞാൻ പറഞ്ഞത്. അതായത് ഇനിയിപ്പോ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും മിക്സ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ വന്നാൽ പോലും നമ്മൾ നല്ല പുഷ്പം പോലെ ചെയ്തെടുക്കും. ഓക്കെ ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യം ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. A is 4 years older than B. അതായത് A ആണ് B യെക്കാട്ടിലും മൂത്ത ആൾ. The sum of present age of A and C is 48 years old. Sorry, 48 years. The ratio of the present age of B and C is 7:4. What is the age of A 2 years ago? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് നമുക്കൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. A is 4 years older than B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം എയുടെയും ബിയുടെയും ഡിഫറൻസ് എത്ര ആയിരിക്കും? 4 ആയിരിക്കും. കാര്യം എന്താ? ഇതിൽ വലിയ ആളാരാ? എ അല്ലേ? അതുകൊണ്ടാണ് A minus B എന്ന് എടുത്തത്. ആരും തെറ്റിക്കരുത്, ബി മൈനസ് എന്ന് എടുക്കല്ല. കാര്യം ഇതില് ഏജ് കൂടിയ ആളാരാ? എ ആണ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് 4 ആണോ? 4 ഇയേഴ്സ് ആണ്. സം ഓഫ് ദി പെർസെന്റേജ് ഓഫ് എ ആൻഡ് സി എത്ര? 48 ഇയേഴ്സ് അല്ലേ? അപ്പം സം ഓഫ് ദി പെർസെന്റേജ് ഓഫ് എ ആൻഡ് സി എത്ര തന്നിരിക്കുന്നത്? 48 ഇയേഴ്സ് ആയിരിക്കും. ഇനി തന്നിരിക്കുന്നത് എന്താ? റേഷ്യോ ഓഫ് ദി പെർസെന്റേജ് ഓഫ് ബി ആൻഡ് സി തന്നിട്ടുണ്ട്. അതായത് ബിയുടെയും സിയുടെയും പെർസെന്റേജിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. 7:4 നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഏജ് ഓഫ് എ 2 ഇയേഴ്സ് എഗോ? അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഒരേ വാല്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? മറ്റേ അഡീഷനും സബ്ട്രാക്ഷനും എടുത്ത് കണ്ടുപിടിക്കാനേ ഉള്ളൂ. പക്ഷെ ഇവിടെ എയും ബിയും ഇവിടെ എയും സിയും ആണ്. അപ്പൊ ഇവിടെ ചെയ്യുന്ന മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1, ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും ഇക്വേഷൻ നമ്പർ 1 ചേർത്ത് ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം. അപ്പൊ എന്താ സംഭവിക്കുക നമുക്ക് അറിയാമല്ലോ. നോക്കിക്കോ, a plus b minus of a minus b is equal to 48 minus 4 എത്ര കിട്ടും? 44 കിട്ടും. ഈ മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? a plus c minus a plus b എന്ന് വരത്തില്ലേ? അതിന്റെ വാല്യൂ 44 കിട്ടി. നമുക്കറിയാം ഈ പ്ലസ് എയും മൈനസ് എയും കട്ട് ചെയ്ത് കളത്തില്ലേ, ബാക്കി എന്തേ ഉള്ളൂ? c plus b യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 44 കിട്ടി. നമ്മളെങ്കിൽ ബിയുടെയും സിയുടെ റേഷ്യോ വാല്യൂസ് ഇല്ല 7:4. അപ്പൊ ഇവിടെ c plus b റേഷ്യോസിന്റെ c plus b എത്ര ആയിരിക്കും? നിങ്ങൾ പറഞ്ഞേ. c plus b എന്ന് പറഞ്ഞാൽ 7 plus 4 11 യൂണിറ്റ് ആണ്. നമ്മുടെ കയ്യിൽ 11 യൂണിറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും? ആക്ച്വൽ വാല്യൂ എത്ര? 44 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു യൂണിറ്റ് വാല്യൂ എത്ര ആയിരിക്കും? 4 എന്ന് കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയും ഇവിടെ നമുക്ക് എയുടെയോ ബിയുടെയോ സിയുടെയോ ആരുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് എയിലോട്ട് എത്തിക്കൂടെ? സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാണ് ബിയുടെ വാല്യൂ എത്ര ആയിരിക്കും? 7 × 4 ചെയ്താൽ പോലെ എത്ര വരും? 28 എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ എയുടെ ഏജ് എത്ര ആയിരിക്കും? നമുക്കറിയാം എ മൈനസ് ബിയുടെ വാല്യൂ 4 ആണെങ്കിൽ ബിയുടെ വാല്യൂ 28 ആണെങ്കിൽ എയുടെ വാല്യൂ എത്ര കിട്ടണം? 32 എന്ന് കിട്ടണം. സോ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോ നമുക്ക് കണ്ടുപിടിക്കുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 2 ഇയേഴ്സ് എഗോ ആണ് വേണ്ടത്. അപ്പൊ 32 - 2 എത്ര ആയിരിക്കും? 30 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞത്. ഏതാ ഓപ്ഷൻ? നിങ്ങൾ പറഞ്ഞ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞത്. വളരെ സിമ്പിൾ ആണ്. നമുക്ക് റേഷ്യോ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഒന്നും ഇല്ല. അതാ പറഞ്ഞത്, റേഷ്യോസും പെർസെന്റേജിന്റെ സ്റ്റാൻഡേർഡ് ഫ്രാക്ഷൻ വാല്യൂസ് ഒക്കെ ഞാൻ നിങ്ങളോട് ആദ്യം തൊട്ട് പഠിക്കാൻ പറഞ്ഞ ഒരു കാര്യം അതാണ്. നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. കാര്യം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് വലിയ വലിയ ക്വസ്റ്റ്യൻസിനെ നമുക്ക് സിംപ്ലിഫൈഡ് ഫോമിൽ മാറ്റി ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നല്ലൊരു അടിപൊളി കൺസെപ്റ്റ് ആണ്. എല്ലാവരും ഇങ്ങനെ ഡബിൾ സ്റ്റാറോ ട്രിപ്പിൾ സ്റ്റാറോ കിട്ടി വെച്ചോ. കാര്യം നല്ലൊരു ഒരു രസകരമായിട്ടുള്ള ഒരു ട്രിക്കാണ്. നമുക്ക് തുടങ്ങാം. A man sells his scooter at 5% loss. ഒരു മനുഷ്യൻ, ഒരാള് എന്ത് ചെയ്തു? അയാളുടെ സ്കൂട്ടർ 5% ലോസിന് വിറ്റു. If he sells it for 80 more, അതായത് 80 രൂപയുടെ കൂട്ടി വിറ്റിരുന്നെങ്കിൽ he would have gained 5%. Would have gained 5% എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പാവം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു 5% ലോസിന് വിറ്റു. പക്ഷെ ആ വിറ്റിരുന്ന പൈസയെക്കാട്ടിൽ ഒരു 80 രൂപയുടെ കൂട്ടി വിറ്റിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടിയേനെ? 5% പ്രോഫിറ്റ് കിട്ടിയേനെ. ഗെയിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് കിട്ടിയേനെ. അങ്ങനെയാണെങ്കിൽ എന്താണ് കോസ്റ്റ് പ്രൈസ്? അപ്പൊ ഇത് ചെയ്യുന്ന ട്രിക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾ ഇത് കമ്പൽസറി ആയിട്ട് ഈ ഒരു ട്രിക്ക് പഠിക്കണം. നോക്കിക്കോ. സപ്പോസ് നമ്മള് ഇത് നമ്മുടെ സി പി ആണെന്ന് വിചാരിച്ചോ. ഈ ഒരു ലൈൻ സി പി ആണെന്ന് വിചാരിച്ചോ. ഈ ഒരു ലൈനിന്റെ റൈറ്റ് സൈഡിലെല്ലാം നമ്മൾ എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. ലെഫ്റ്റ് സൈഡിൽ എന്തായിരിക്കും? ലോസ് ആയിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, പ്രോഫിറ്റ് എന്ന് എഴുതാം. ഓക്കെ, റൈറ്റ് സൈഡിലെല്ലാം എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഈ ഒരു പുള്ളിക്കാരൻ എത്ര രൂപയ്ക്ക് വിറ്റത്? ആദ്യത്തെ കേസിൽ 5% ലോസിനാണ് വിറ്റത്. അപ്പൊ നമുക്ക് മാർക്ക് ചെയ്യാം ലോസ് അല്ലേ. അപ്പൊ ലോസ് ആകുമ്പോ നമുക്ക് എങ്ങനെയാണ് നോട്ട് ചെയ്യുന്നത്? -5% നോട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ കേസിൽ 5% പ്രോഫിറ്റിനല്ലേ വിറ്റത്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ നോട്ട് ചെയ്യാം? +5% നോട്ട് ചെയ്യാം. അതായത് ലോസിൽ നിന്നും പ്രോഫിറ്റിലോട്ട് നമ്മൾ എത്ര വാല്യൂസ് അല്ലെങ്കിൽ എത്ര രൂപ കൂട്ടി വിറ്റിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം നടന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 80 രൂപയെന്നല്ല പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചേഞ്ച് ഇൻ വാല്യൂ എത്ര? 80 RS അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്? ചേഞ്ച് ഇൻ പെർസെന്റേജ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വാല്യൂ. അപ്പൊ ഇത് എവിടെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്?
നമ്മുടെ സീറോ ടു ഹീറോ പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അവിടെ പെർസെന്റേജിന്റെ രണ്ടാമത്തെ ക്ലാസ്സിൽ ഞാൻ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതേ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പാസിംഗ് മാർക്കിന്റെ ക്വസ്റ്റൻസ് ചെയ്യുന്നത്. ഇതേ കൺസെപ്റ്റ് ആണ്. അവിടെ ഞാൻ വേറെ ഒരുപാട് ക്വസ്റ്റൻസ് കാണിച്ചു തന്നു. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന് ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ പെർസെന്റേജ് പറയും 5% മൈനസ് ഓഫ് -5%. ചേഞ്ച് ഇൻ പെർസെന്റേജ് എന്തുകൊണ്ടാണ് മൈനസ് എടുത്തത്? മൈനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലോസ് ആണ്. അതിന്റെ വാല്യൂ എടുത്തതായിരിക്കുന്നത് 80 RS എന്നല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്തൂടെ? എത്ര വരും? 25 അല്ലേ, 5 + 5 എത്ര? 10% അല്ലേ. അപ്പം 10% വാല്യൂ എത്ര കിട്ടിയിരിക്കുന്നത്? 80 എന്ന് കിട്ടി. സോ 1% വാല്യൂ എത്ര ആയിരിക്കും? 8 ആയിരിക്കും. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? CP അല്ലേ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഓൾവേസ് CP എത്രയായിട്ടായിരിക്കും അസ്യൂം ചെയ്യുന്നത് അറിയോ? 100% ആയിട്ടായിരിക്കും നമ്മൾ ഓൾവേസ് അസ്യൂം ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ എപ്പോഴും നമ്മുടെ കോസ്റ്റ് പ്രൈസിനെ 100% നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് അല്ലേ നമുക്ക് വേണ്ടത്. കോസ്റ്റ് പ്രൈസ് എത്ര ആയിരിക്കും? 100% വാല്യൂ എത്ര ആയിരിക്കും? 800 രൂപയായിരിക്കും ആൻസർ. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആയിരിക്കും ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ പണം വരയ്ക്കോ അല്ലെങ്കിൽ ഇതുപോലെ ലൈൻ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. നേരെ നമുക്ക് ചെയ്യാം. നോക്കിക്കോ, ഇത് എങ്ങനെയാണ് പേനയും പേപ്പറും ഇല്ലാതെ ചെയ്യുന്നത് കാണിച്ചു തരട്ടെ. നോക്കിക്കോ, ഞാൻ പേനയും പേപ്പറൊക്കെ താഴെ വെച്ചു. A man sells it at 5% loss. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവണം -5%. If he sells it for 80 more, he would have gained 5%. അപ്പൊ പ്രോഫിറ്റ് ആയില്ലേ? ചേഞ്ച് ഇൻ പെർസെന്റേജ് എത്ര? +5 മൈനസ് ഓഫ് -5%. എത്ര കിട്ടി? 10% കിട്ടി. ആ 10% വാല്യൂ എത്ര തന്നിരിക്കുന്നത്? ചേഞ്ച് ഇൻ വാല്യൂ 80 രൂപ തന്നിരിക്കുന്നത്. അപ്പൊ 1% വാല്യൂ 8 ആണെങ്കിൽ നമുക്കറിയാം CP എത്ര ആയിരിക്കും? 100% ആയിരിക്കും. അപ്പൊ 800 എന്ന് വാല്യൂ കിട്ടും. ഇവിടെ ഏതെങ്കിലും പേനയും പേപ്പർ ഉപയോഗിച്ചോ? ഒന്നുമില്ല. പക്ഷെ ഞാൻ ഇതുപോലെ നിങ്ങളോട് ക്വസ്റ്റിന്റെ ആൻസർ കാണിച്ചു തന്നിരുന്നെങ്കിൽ നിങ്ങൾക്കും മനസ്സിലാകില്ല, ആർക്കും മനസ്സിലാകില്ല. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് പ്രോപ്പറായിട്ട് ഞാൻ നോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, പ്രോപ്പറായിട്ട് ഫിഗർ വരച്ചു തന്നിട്ടുണ്ട്. ഇത് അതുപോലെ നിങ്ങൾ ബുക്കിൽ വരയ്ക്കുക, ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതേ ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു നിങ്ങൾ മോക്ക് ടെസ്റ്റിലൊക്കെ കണ്ടു കാണത്തില്ലേ? അവിടെ എക്സും വൈയും അല്ലെങ്കിൽ CP X എടുത്തു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്, നോട്ട് ചെയ്ത് വെക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ട്രിക്സ് ആയില്ലേ? അതാ ഈ അങ്ങോട്ട് ട്രിക്സ് ഇനി ഇഷ്ടം പോലെ വരാൻ പോകുന്നതേ ഉള്ളൂ. Tom can alone complete the work in 8 days, while Tom and Jerry together can complete the same work in 2 and 2/3. ഇതെന്താ അറിയോ? 2 and 2/3 ആണ് കേട്ടോ. മിക്സഡ് ഫ്രാക്ഷൻ ഫോർമുല ആണ്. Find the number of days required by Jerry alone to complete the double work. Complete double work, അതായത് ഇപ്പോൾ ഉള്ള വർക്കിന്റെ ഡബിൾ എടുത്ത് എത്ര ദിവസം കൊണ്ട് ജെറി ചെയ്ത് തീർക്കും നോക്കാം. നമ്മൾ LCM മെത്തേഡിലായിരിക്കും ചെയ്യുന്നത്. ടോം ഒറ്റയ്ക്കാണെങ്കിൽ ഈ ഒരു വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 8 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഇനി ടോമും ജെറിയും കൂടെ ഒന്നിച്ചാണെങ്കിലോ? അങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ലല്ലോ, അവന്മാർ അടി ഉണ്ടാവും. പക്ഷെ എന്തോ അവന്മാർ ഒന്നിച്ച് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? ഈ 2 and 2/3 പ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് നമ്മൾ മാറ്റുവാണെങ്കിൽ എത്ര വരും? 3 2 6 2 8 8/3 വരത്തില്ലേ? അപ്പൊ എത്ര ദിവസം കൊണ്ടായിരിക്കും? 8/3 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആരെ കണ്ടുപിടിക്കാം? നമുക്ക് ഇവിടെ LCM എടുത്താൽ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം, കണ്ടുപിടിക്കാം. പക്ഷെ ഒരു പ്രശ്നമില്ലേ, ഇവിടെ എന്താ ഒരു നമ്പരും ഇവിടെ ഒരു ഫ്രാക്ഷനും. അപ്പൊ എല്ലാവരും വിചാരിക്കും ഈ 8ന്റെയും 8/3യുടെയും LCM എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? നോർമലി എല്ലാവർക്കും അറിയാം, സാധാ ഹോൾ നമ്പർ ആണെങ്കിൽ ഇപ്പം 10ന്റെ 20ന്റെ അതുപോലുള്ള നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഫ്രാക്ഷൻ ഒക്കെ വന്ന് എങ്ങനെയായിരിക്കും LCM കണ്ടുപിടിക്കേണ്ടത്? ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. എന്താണ് ഇവിടെ ന്യൂമറേറ്ററിൽ തന്നിരിക്കുന്നത്? അതായത് 8ഉം അതുപോലെ 8/3യുടെ ന്യൂമറേറ്റർ എന്താ? 8 മാത്രമല്ലേ? അതായത് ആ ന്യൂമറേറ്റേഴ്സിന്റെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? LCM കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അതായത് 8ന്റെയും 8/3യിലെ 8ന്റെയും. ഇനി വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 8ഉം 64 ആണ് വരുന്നെങ്കിലോ, 64/3 ആണെങ്കിലോ നിങ്ങൾ എന്തിന് LCM കണ്ടുപിടിച്ചാൽ മതി? 8ന്റെയും ഈ ന്യൂമറേറ്ററിലുള്ള 64ന്റെയും LCM കണ്ടുപിടിച്ചാൽ മതി. അതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 8 അല്ലേ? അപ്പൊ LCM എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി 8 തന്നെയായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എഫിഷ്യൻസി എത്ര ആയിരിക്കും? 8/8 1 ആയിരിക്കും. പക്ഷേ നോക്കിക്കേ, ടോട്ടൽ വർക്ക് 8 ആണല്ലോ. ഇവിടുത്തെ ടോട്ടൽ ടൈം എത്ര? 8/3 അല്ലേ? അപ്പൊ 8/3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 8 8 കട്ട് ചെയ്തു. ഈ 3 മേളിൽ പോകുമ്പോൾ എത്ര ആയിരിക്കും എഫിഷ്യൻസി വരുന്നത്? 3 ആയിരിക്കും. അപ്പൊ ടോമിന്റെയും ജെറിയുടെയും ടോട്ടൽ എഫിഷ്യൻസി എത്ര കിട്ടി? 3 എന്ന് കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ ടോമിന്റെയും ജെറിയുടെയും ടോട്ടൽ എഫിഷ്യൻസി നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ജെറിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ എഫിഷ്യൻസിയിൽ നിന്നും ടോമിന്റെ എഫിഷ്യൻസി മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? Find the number of days required by Jerry alone to complete the double work. അതായത് അപ്പൊ നമുക്ക് വേണ്ടത് Jerry alone ഡബിൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം അല്ലേ വേണ്ടത്? അപ്പം 8 ആണ് ഇനിഷ്യൽ വർക്ക്, അതിന്റെ ഡബിൾ എടുക്കുമ്പോൾ 2 × 2 വരും. ആ വർക്ക് ജെറിയുടെ എഫിഷ്യൻസി എത്ര? 2 അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 8 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഏതോ ഓപ്ഷൻ? എല്ലാവരും ഉറപ്പ് പറഞ്ഞു, ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. എല്ലാവരും വേഗം ഒന്ന് നോട്ട് ചെയ്ത്.
നോട്ട് ചെയ്തോ? അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് എപ്പോഴും ഓർത്തിരിക്കുക. ഫ്രാക്ഷൻ വരികയാണെങ്കിൽ LCM എടുക്കാൻ പേടിക്കണ്ട, വളരെ സിമ്പിൾ ആണ്. അതിന്റെ ന്യൂമറേറ്ററിൽ LCM എടുക്കാം, എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും ഇതിനകത്ത് ഒരു ഡബിൾ സ്റ്റാറിനോ ട്രിപ്പിൾ സ്റ്റാറിനോ വെരി വെരി ഇമ്പോർട്ടന്റ് ഒക്കെ ഇട്ട് കൊടുത്തോ. നല്ല അടിപൊളി ഒരു കൺസെപ്റ്റ് ആണ്. ഇത് 2 രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ആ 2 രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് പരാതി വരത്തില്ല. 2 രീതിയും പഠിച്ചോളെ. നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് ആ രീതി യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. A reduction of 50% in the price of wheat enables Ramesh to buy 6 kg more for 2720. The reduced price of the wheat per kilogram ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാവരെയും പുക പോയല്ലേ? A reduction of 50% in the price of wheat enables Ramesh to buy 6 kg more for 2720. അതായത് രമേശ് യൂഷ്വലി 2720 രൂപയ്ക്ക് നോർമലി എന്ത് ചെയ്ത് പുള്ളിക്കാരൻ ഗോതമ്പ് വാങ്ങിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്, ഡിസംബർ മാസം ക്രിസ്മസ് ഒക്കെ വരുന്നു. അപ്പൊ നമ്മുടെ റേഷൻ കട മുതലാളി എന്ത് ചെയ്തു, ഒരു 15% എന്ത് ചെയ്തു, പ്രൈസിൽ റിഡക്ഷൻ കൊടുത്തു. അതായത് 1 കിലോ ഗോതമ്പിന് എന്ത് ചെയ്തു, 15% റിഡക്ഷൻ കൊടുത്തു. ആ 15% പ്രൈസിലുണ്ടായ റിഡക്ഷൻ കാരണം രമേശൻ എന്ത് സംഭവിച്ചു? രമേശിന് 6 കിലോഗ്രാം കൂടുതൽ വീറ്റ് വാങ്ങിക്കാൻ പറ്റി. ഇതാണ് ആ ഒരു തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ഏകദേശം ഒരു മലയാളത്തിലെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമിൽ ഞാൻ പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ഇവിടെ പഠിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് ഇൻറ്റു കൺസംപ്ഷൻ ആണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, രമേശൻ ഈ ഡിസ്കൗണ്ടിന് മുന്നേയും 2720 രൂപയായിരുന്നു ഗോതമ്പ് വാങ്ങിക്കാൻ വേണ്ടി ഒരു മാസം വെച്ചിരിക്കുന്നത്. ഡിസ്കൗണ്ടിന് ശേഷവും നമ്മുടെ രമേശൻ 2720 രൂപ തന്നെയാണ് ഇപ്പോഴും ആ ഒരു എക്സ്പെൻഡിച്ചർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് എന്ത് കോൺസ്റ്റന്റാ? എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞത് ഈ ഒരു കേസിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ എക്സ്പെൻഡിച്ചർ എത്ര ആയിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രൈസും കൺസംപ്ഷൻ നമ്മൾ റിലേഷൻ എന്തായിരിക്കണം? പ്രൈസും കൺസംപ്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അപ്പൊ നമ്മുടെ മെത്തേഡ് 1, അതായത് ഞാൻ 2 മെത്തേഡ് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഫസ്റ്റ് മെത്തേഡ് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കാം. നോക്കിയോ, അപ്പൊ മെത്തേഡ് 1 എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രൈസും കൺസംപ്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ പ്രൈസിന്റെ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ റേഷ്യോ നമുക്ക് എടുക്കാം. ഇനിഷ്യൽ ആൻഡ് ഫൈനൽ റേഷ്യോ നമുക്ക് ഇവിടെ റിഡക്ഷൻ വന്നിരിക്കുന്നത് 15% അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം 15% ഫ്രാക്ഷൻ വാല്യൂ 3/20 ആയിരിക്കും. അപ്പൊ 15% റിഡക്ഷൻ വന്നു കഴിഞ്ഞാൽ ബാക്കി എത്രയേ ഉള്ളൂ? 17/20 ആയിരിക്കും. അതിന്റെ മീനിങ് എന്താ? 20 യൂണിറ്റ് ആയിരുന്നു ഇനിഷ്യൽ, അതായത് ഇനിഷ്യൽ പ്രൈസ് എന്ന് പറഞ്ഞത് 15% റിഡക്ഷൻ വന്നിട്ട് പ്രൈസ് എന്തായി മാറി? 17 യൂണിറ്റ് ആയി മാറി. ഇതാണ് ഇനിഷ്യലും ഇതാണ് ഫൈനൽ പ്രൈസും. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താ അറിയുന്നത്? കൺസംപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസിന്റെ റേഷ്യോന്റെ നേരെ തിരിച്ചിട്ടാൽ മതി. എപ്പോഴും പറഞ്ഞ കാര്യമല്ലേ? അപ്പൊ കൺസംപ്ഷൻ എത്ര ആയിരിക്കും? 17:20 ആയിട്ട് മാറി. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 15 റിഡക്ഷൻ കാരണം രമേശിന് എക്സ്ട്രാ 6 കിലോഗ്രാം കൂടുതൽ വാങ്ങിക്കാൻ പറ്റി. ഈ 15% റിഡക്ഷൻ ഉള്ളത് കൊണ്ടല്ലേ രമേശ് നേരത്തെ 17 യൂണിറ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്ന ആൾ ഇപ്പൊ എത്ര യൂണിറ്റാണ് വാങ്ങുന്നത്? 20 യൂണിറ്റ് ആണ് ഇപ്പൊ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനർത്ഥം ഇവിടെ യൂണിറ്റ് വാല്യൂ എത്ര എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്? 3 യൂണിറ്റ് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ആ 3 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ വാല്യൂ എത്രയാണ്? 6 കിലോഗ്രാം അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 6/3 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 2 യൂണിറ്റ് ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ രമേശൻ ആദ്യം വാങ്ങിച്ചുകൊണ്ടിരുന്ന എത്ര കിലോ ആയിരുന്നു? 34 കിലോഗ്രാം ആയിരുന്നു രമേശൻ ഈ പറയുന്ന 15% റിഡക്ഷന് മുന്നേ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. 15% റിഡക്ഷന് ശേഷമാണെങ്കിലോ 40 kg ആണ് ഇപ്പം വാങ്ങിക്കുന്നത്. നോക്കിക്കേ, 15% റിഡക്ഷന് ശേഷം 6 kg കൂടെ എക്സ്ട്രാ വാങ്ങിച്ചു. അപ്പൊ എത്ര കിട്ടി? 40 kg ആണ് ഇപ്പൊ പുള്ളിക്കാരൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ഫൈൻഡ് ദ റെഡ്യൂസ്ഡ് പ്രൈസ് ഓഫ് ദ വീറ്റ് പെർ കിലോഗ്രാം അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പൊ റെഡ്യൂസ്ഡ് പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞത് പ്രൈസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? നമുക്കറിയാം എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പ്രൈസിന്റെ കൺസംപ്ഷൻ ആണ്. സോ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ്പെൻഡിച്ചർ ബൈ കൺസംപ്ഷൻ ആയിരിക്കത്തില്ലേ? അപ്പൊ നമുക്ക് വേണ്ട റെഡ്യൂസ്ഡ് പ്രൈസ് അല്ലേ? ഈ റെഡ്യൂസ്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 17 യൂണിറ്റ് അല്ലേ? അപ്പൊ 17 യൂണിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അപ്പൊ നമുക്ക് വേണ്ട ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2720 ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 40 കിലോഗ്രാം. കാര്യം റെഡ്യൂസ്ഡ് പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പൊ എത്ര വാങ്ങിക്കുന്നത്? 40 kg അല്ലേ? അപ്പൊ 40 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ വാല്യൂസ് എത്ര വരുന്നത്? ഈ 0 കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്കറിയാം 427 6 ടൈംസ് വരും. 6 4 24, ബാക്കി 3 വരും. 32 4 എത്ര തവണ? 8 തവണ. അപ്പൊ 68 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞത്. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആയിരിക്കും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതാണ് ഒരു മെത്തേഡ്, അതായത് നമ്മുടെ റേഷ്യോ മെത്തേഡ് അല്ലെങ്കിൽ പെർസെന്റേജിൽ ഞാൻ ഇതിന്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു തന്നിരുന്നു. എന്താ? എ ഇൻറ്റു ബി കോൺസ്റ്റന്റ് ആണെങ്കിൽ എയും ബിയും ഇൻവേഴ്സ്ലി റിലേഷൻ ആയിരിക്കും. അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന പ്രൈസ് ഇൻറ്റു കൺസംപ്ഷൻ ഈക്വൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മെത്തേഡ് 1 നമ്മൾ റേഷ്യോ മെത്തേഡ് ഇട്ടിട്ട്
നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു റെഡ്യൂസ്ഡ് പ്രൈസ് കണ്ടുപിടിച്ചു. പക്ഷേ ഒരു ട്രിക്കും കൂടെ വേണ്ടേ? ഞാൻ ആ ഒരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം, നോക്കിക്കോ. നമുക്ക് ഈ ഒരു ട്രിക്കിനെ പ്രോപ്പർ കൺസെപ്റ്റിലോട്ട് കൊണ്ടുപോകും. നോക്കിക്കോ, 2720 രൂപയ്ക്ക് ഇനിഷ്യലി രമേശൻ എന്ത് ചെയ്തു, നമുക്ക് അറിയത്തില്ല എക്സ് കിലോഗ്രാം എന്ന് വിചാരിച്ചോ, എക്സ് കിലോഗ്രാം വാങ്ങിച്ചുകൊണ്ടിരുന്നു. എക്സ് കിലോഗ്രാമെന്നോ വൈ കിലോഗ്രാമെന്നോ നമുക്ക് എന്ത് വേണമെങ്കിലും അസ്യൂം ചെയ്യാം. പക്ഷെ എന്ത് സംഭവിച്ചു, ഒരു 15% പ്രൈസിൽ റിഡക്ഷൻ വന്നു. അന്നേരം എന്ത് സംഭവിച്ചു, ഇതേ 2720 പുള്ളിക്കാരന് എത്ര കിലോഗ്രാം കൂടുതൽ വാങ്ങിക്കാൻ പറ്റി? 6 kg കൂടുതൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റി. അതായത് ഇപ്പൊ എത്ര kg എന്ന് നമുക്ക് ഫൈനൽ എത്ര നമുക്ക് അറിയില്ല, പക്ഷെ 6 kg പുള്ളിക്കാരന് ഈ പറയുന്ന 2720ന്റെ 50% റിഡക്ഷൻ കാരണം നമുക്ക് 6 kg എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റി. അത് എന്തുകൊണ്ടാണ്? ഈ 50% റിഡക്ഷൻ ഉള്ളത് കൊണ്ടല്ലേ പുള്ളിക്കാരൻ 6 kg വാങ്ങിക്കാൻ പറ്റിയത്. അല്ലെ, അതിന്റെ മീനിങ് എന്താ? ഈ പറയുന്ന 2720ന്റെ 50% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 6 kg പ്രൈസ് അല്ലേ, അത്രയുള്ള കാര്യം. അതായത് 6 kg പ്രൈസ്, അതായത് നമ്മൾ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന 6 kg അല്ലെങ്കിൽ വാങ്ങിയിരിക്കുന്ന 6 kg ആക്ച്വൽ പ്രൈസ് എത്രയായിരിക്കും? 2720ന്റെ 50% ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റെഡ്യൂസ്ഡ് പ്രൈസ് ഓഫ് ദ വീറ്റ് പെർ കിലോഗ്രാം അല്ലെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കറണ്ട് പ്രൈസ് ഓഫ് 1 kg വീറ്റോ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് പ്രൈസ് ഓഫ് 1 kg വീറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ 6 kg വാല്യൂ ഇതാണെങ്കിൽ അവിടെ നേരെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 1 kg വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടും? റെഡ്യൂസ്ഡ് പ്രൈസ് ഓഫ് ദ വീറ്റ് കിട്ടും. അപ്പൊ എത്ര ആയിരിക്കും ആൻസർ? 2720 15/100 വരും. പിന്നെ ഒരു 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ, അപ്പൊ ഇൻറ്റു 6 ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? ചന്നം പിന്നെ കട്ട് ചെയ്ത് കളയാം. ഈ ഒരു 0 ഈ ഒരു 0 കട്ട് ചെയ്ത് കളയാം. ഇവിടെ 5 കൊണ്ട് കട്ട് ചെയ്താൽ 3 ടൈംസ്, 5 കൊണ്ട് കട്ട് ചെയ്താൽ 2 ടൈംസ് എന്ന് വരും. 3ഉം ഇതും കട്ട് ചെയ്താൽ എത്ര വരും? 2 വരും. 2 2 4 അല്ലേ, അപ്പൊ 4 കൊണ്ട് കട്ട് ചെയ്താൽ എത്ര ടൈംസ്? 6 4 24. ബാക്കി 3 വരുമ്പോൾ എത്ര വരും? 68 എന്ന് ആൻസർ വരും. എത്ര ആയിരിക്കും ആൻസർ? 68 എന്നല്ലേ അവിടെ കിട്ടിയത്. അപ്പൊ ഇതാണ് ഇതിന്റെ ട്രിക്ക് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ആ 6 kg രമേശൻ എക്സ്ട്രാ വാങ്ങിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ആ 15% പ്രൈസിലുണ്ടായ റിഡക്ഷൻ ആണ്. അപ്പൊ അതായത് നമ്മുടെ എക്സ്പെൻഡിച്ചറിന്റെ 15% എന്താണോ അതായിരിക്കും ആ ഒരു എക്സ്ട്രാ വാങ്ങിക്കാൻ കഴിഞ്ഞ 6 kg ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞത്. അത് ഇക്വേറ്റ് ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 kg വാല്യൂ കണ്ടുപിടിക്കുമ്പോഴായിരിക്കും അതായിരിക്കും ഈ റെഡ്യൂസ്ഡ് പ്രൈസ് ഓഫ് ദി വീറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഷോർട്ട് ട്രിക്ക് എന്ന് പറയുന്നത്. ഇത് നോട്ട് ചെയ്ത് വെക്കുക, നല്ലപോലെ റിവിഷൻ ചെയ്യുക. എല്ലാവർക്കും ഓക്കെ ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ വേഗം ഒന്ന് ചെയ്തേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 9ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ ആവുന്നിരിക്കുന്നു. The loss incurred by selling an article at 1970 is 85% of the gain attained by selling the same article. അതായത് സെയിം ആർട്ടിക്കിളിനെ പറ്റിയാണ് പറയുന്നത്. അത് 2377. Find the cost price of the article. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1970 രൂപയ്ക്ക് ഒരു ആർട്ടിക്കിൾ വിറ്റപ്പോൾ എത്രയാണോ ലോസ് കിട്ടിയത്, ആ ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? 2377 രൂപയ്ക്ക് സെയിം ആർട്ടിക്കിൾ വിറ്റപ്പോ കിട്ടിയ പ്രോഫിറ്റിന്റെ 85%. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതാണ്. അതായത് അല്ലെങ്കിൽ തിരിച്ചും പറയാം, 2377 രൂപയ്ക്ക് വിറ്റപ്പോൾ നമുക്ക് ഒരു ആർട്ടിക്കിൾ വിറ്റപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വിറ്റപ്പോൾ നമുക്ക് ഒരു പ്രോഫിറ്റ് കിട്ടി. ആ പ്രോഫിറ്റിന്റെ 85% ആണ്, അതായത് നമ്മുടെ സെയിം ആർട്ടിക്കിൾ 1970 രൂപയ്ക്ക് വിറ്റപ്പോൾ കിട്ടിയ ലോസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ബേസ്ഡ് ക്വസ്റ്റിനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ട്രിക്കി ബേസിൽ ചെയ്യാം. ഞാൻ കാണിച്ചത് നോക്കിക്കോ. നമുക്ക് ഈ 85% എന്ന ഫ്രാക്ഷൻ വാല്യൂ എത്ര? എല്ലാവരും പറഞ്ഞേ, 17/20 ആയിരിക്കുമല്ലോ. അപ്പൊ ഈ 20 എന്ന് പറഞ്ഞാൽ എന്താ? 2377 രൂപയ്ക്ക് വിറ്റപ്പോ കിട്ടിയ പ്രോഫിറ്റ് ആയിരിക്കും. അതിന്റെ 85% ആയിട്ടുള്ള 17 യൂണിറ്റ് ആയിരിക്കും 1970 രൂപയ്ക്ക് വിറ്റപ്പോ കിട്ടിയ ലോസ് എന്ന് പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതെന്ന് പറഞ്ഞത് ഒരു CP ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഇത് നമ്മൾ CP ആയിട്ട് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് കേസിൽ എന്താ പുള്ളിക്കാരൻ ചെയ്തത്? അദ്ദേഹം ചെയ്തത് 1970 രൂപയ്ക്ക് വിറ്റപ്പോൾ എത്ര ലോസ് ഉണ്ടായിരിക്കുന്നത്? 17 യൂണിറ്റ് ലോസ് അല്ലേ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ലോസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് മാർക്ക് ചെയ്യണം? -17 എന്ന് മാർക്ക് ചെയ്യണം. ഇനി രണ്ടാമത്തെ കേസിൽ എന്താ പുള്ളിക്കാരൻ ചെയ്തത്? രണ്ടാമത്തെ കേസിൽ 2377 രൂപയ്ക്ക് വിറ്റു. എത്ര വിറ്റിരിക്കുന്നത്? 2377 രൂപയ്ക്ക് വിറ്റപ്പോൾ എത്ര പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്? 20 യൂണിറ്റ് ആയിരിക്കും പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. എത്ര? 20 യൂണിറ്റ് ആയിരിക്കും പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. ഇത് എവിടെ കണ്ടിട്ടുണ്ട് നിങ്ങൾ? ചേഞ്ച് ഇൻ പെർസെന്റേജ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വാല്യൂ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ റേഷ്യോ വാല്യൂ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ആക്ച്വൽ വാല്യൂ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയും ഇവിടുത്തെ ചേഞ്ച് ഇൻ റേഷ്യോ വാല്യൂ എത്ര? 20 മൈനസ് ഓഫ്
-17 അല്ലേ? അപ്പൊ അതിന്റെ വാല്യൂ എത്ര? 37 കിട്ടും അല്ലെ? 37 അല്ലേ? ആണ് 37 അതിന്റെ വാല്യൂ എത്ര കിട്ടുന്നത്? 2377 മൈനസ്, അതാണ് ആക്ച്വൽ വാല്യൂവിൽ ചേഞ്ച് എന്ന് പറഞ്ഞത്. 2377 മൈനസ് 1970 എത്ര വരും? 7 വരും. 7 × 7.0 ബാക്കി 14 9 പോയി 4 വരും. അതായത് 37 യൂണിറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 407 ആയിരിക്കും. നമുക്ക് 407 കാണുമ്പോഴേ അറിയാം എന്താ 11ന്റെ മൾട്ടിപ്പിൾ. എങ്ങനെ മനസ്സിലായി? ഓൾട്ടർനേറ്റ് ഡിജിറ്റുകളുടെ സമ്മ എടുത്തപ്പോൾ 11 അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡിജിറ്റുകളുടെ സമ്മ എടുത്തിട്ട് ഡിഫറൻസ് എടുക്കുമ്പോൾ 0 11 അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ നോക്കി ഓൾട്ടർനേറ്റ് ഡിജിറ്റുകളുടെ സമ്മ എന്താ? 7 4 11 മൈനസ് 0 കിട്ടി 11 കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി 37 11 ആയിരിക്കണം. കാര്യം 37 10 370 അതിന്റെ കൂടെ ഒരു 37 ആടി മുതൽ 407 കിട്ടുന്നത്. അപ്പൊ ഒരു യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 11 കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ. ഇവിടെ കോസ്റ്റ് പ്രൈസ് നമുക്ക് 100 അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താ? നമ്മൾ ഇവിടെ 85% ഒരു സ്റ്റാൻഡേർഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റി. അതുകൊണ്ട് നമുക്ക് ഇവിടെ കോസ്റ്റ് പ്രൈസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ കോസ്റ്റ് പ്രൈസ് എത്ര ആയിരിക്കും കണ്ടുപിടിക്കാം. നോക്കിക്കേ, 1070 രൂപയ്ക്ക് ഒരാൾ ആ ഒരു സാധനം വിറ്റപ്പോൾ 17 യൂണിറ്റ് ആണ് കേട്ടോ. ഇത് ആക്ച്വൽ വാല്യൂ അല്ല. 17 യൂണിറ്റ് 17x 17 എന്താ A B എന്നൊക്കെ കൊടുക്കാമല്ലോ. അപ്പൊ 17 യൂണിറ്റ് ലോസ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ 11 ആണെങ്കിൽ 17 യൂണിറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 17 × 11 എത്ര ആയിരിക്കും? 187 അല്ലേ? നമുക്കറിയാം 1970 രൂപയ്ക്ക് വിറ്റപ്പം 17 യൂണിറ്റ് ലോസ് ആണെങ്കിൽ അത് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ ലോസിനെ ആഡ് ചെയ്താൽ പോരെ കോസ്റ്റ് പ്രൈസിന്റെ കൂടെ. എത്ര വരും? 187 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്ര ആയിരിക്കും? 7 8 7 15 ശിഷ്ടം 1 9 10 11 ശിഷ്ടം 1 2157 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞത്. ഏതാ? ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞത്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രണ്ടാമത്തെ കേസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്താൽ മതി? ഒരു യൂണിറ്റിന്റെ വാല്യൂ 11 ആണെങ്കിൽ 20 യൂണിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ എത്ര വരും? 220 കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അവിടെ കിട്ടിയപ്പോൾ പ്രോഫിറ്റ് അല്ലേ കിട്ടിയത്? അപ്പൊ നമുക്ക് പ്രോഫിറ്റ് അല്ലേ കിട്ടിയത്? അപ്പൊ നമ്മുടെ സെല്ലിംഗ് പ്രൈസിൽ ആ പ്രോഫിറ്റ് മൈനസ് ചെയ്ത് എന്ത് കിട്ടും? കോസ്റ്റ് പ്രൈസ് കിട്ടും. സോ അങ്ങനെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ 2157 തന്നെ കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞത്. എല്ലാവർക്കും ക്ലിയർ ആയി മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇപ്പൊ മോക്ക് എഴുതുമ്പോഴൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഒക്കെ കാണുമായിരിക്കും. അപ്പൊ മിക്കവാറും നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ എക്സും വൈയും ഒക്കെ ഇട്ട് ചെയ്യും. അതിന്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. പിന്നെ ഇത്രയും ഞാൻ എഴുതി തന്നിരിക്കുന്നത് ഓരോ സ്റ്റെപ്പും വളരെ നീറ്റായിട്ട് എഴുതി തന്നതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാലും നിങ്ങൾ അത് വൃത്തിയായിട്ട് നോട്ട് എഴുതണം, പ്രോപ്പർ ആയിട്ട് റിവിഷൻ ചെയ്യണം. ക്വസ്റ്റ്യൻ ഒന്നും എഴുതണ്ട. ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ എന്ത് ചെയ്യാം? PDF ഫോമിലാക്കിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ദിശ ബാങ്കിങ് ടെലിഗ്രാം ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പൊ അത് ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ എഴുതി സമയം കളയരുത്. ജസ്റ്റ് നോട്ട് എഴുതുക. അതിന്റെ ഹെഡിങ് കൊടുക്കുക. എന്താ കൊടുക്കേണ്ടത്? RRB ക്ലർക്ക് അരിത്തമെറ്റിക് എന്താ ട്രിക്ക് എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുത്തിട്ട് നോട്ട് എഴുതുക. ആൻസർ മാത്രം എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A purchased 2 articles for Rs 4680 and 7020 respectively and sold at a gain of 6% and 14.5% respectively. What was his overall gain percentage? അപ്പൊ overall gain percentage കണ്ടുപിടിക്കണം. ഓവറോൾ പ്രോഫിറ്റ് പെർസെന്റേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് നോർമലി എല്ലാം ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ കാണിച്ചാൽ, ഒരു മിസ്റ്റേക്ക് ഞാൻ കാണിച്ചാൽ. ആദ്യം നമുക്കറിയാം A എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു കോസ്റ്റ് പ്രൈസ് ഉണ്ട് 4680 ആണ്. അതിന് എന്ത് കണ്ടുപിടിക്കും? 6% പ്രോഫിറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് 106 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 106% എടുത്താൽ നമുക്ക് SP കിട്ടും. അതുപോലെ B ലൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? SPAയും കിട്ടും, അതുപോലെ SPBയും കിട്ടും. ഓവറോൾ അല്ലേ വേണ്ടത്? അതിന് നിങ്ങൾ എന്ത് ചെയ്യും? ഈ ടോട്ടൽ CP എടുക്കും. അപ്പൊ CP ടോട്ടൽ കണ്ടുപിടിക്കും. ടോട്ടൽ SP കിട്ടും. അപ്പൊ SP ടോട്ടൽ കിട്ടും. SP ടോട്ടൽ മൈനസ് CP ടോട്ടൽ ഡിവൈഡ് ബൈ CP ടോട്ടൽ 100 ചെയ്യുമ്പോൾ ഓവറോൾ പെർസെന്റേജ് കിട്ടും. അപ്പൊ ഇത്രയും നിങ്ങൾ താളത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കാണാം സമയമൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻവിജിലേറ്റർ വന്ന് പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പൊ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. ഇത് ചെയ്യുന്ന ഏറ്റവും അടിപൊളി മെത്തേഡ് ഞാൻ കാണിച്ചുതരാം. ആ മെത്തേഡിന്റെ പേരാണ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞത്. ഇത്രയും നല്ലൊരു മെത്തേഡ് ഓവറോൾ പെർസെന്റേജ്, അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് നല്ലൊരു മെത്തേഡ് ഇല്ലേ ഞാൻ കാണിച്ചുതരാം. നോക്കിക്കോ. അപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യം, 2 ടൈപ്പ് ആർട്ടിക്കിൾ ഉണ്ട്. നമ്മൾ എടുക്കുകയാണ് ആർട്ടിക്കിൾ എയും ആർട്ടിക്കിൾ ബിയും. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് കോസ്റ്റ് പ്രൈസ് തന്നിട്ടില്ലേ? ആർട്ടിക്കിൾ എയുടെ കോസ്റ്റ് പ്രൈസ് എത്ര? പർച്ചേസ് ചെയ്ത പ്രൈസ് എത്ര? 4680. രണ്ടാമത്തെ ആർട്ടിക്കിൾ പർച്ചേസ് ചെയ്യുന്ന പ്രൈസ് എത്ര? 7020. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ തന്നിരിക്കുന്ന കോസ്റ്റ് പ്രൈസിനെ വെട്ടിച്ചെറുതാക്കി റേഷ്യോ ഫോമിലോട്ട് മാറ്റാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 0യും കട്ട് ചെയ്ത് കളഞ്ഞു. നിങ്ങൾ നോക്കിയേ, 702 കാണുമ്പോഴേ അറിയാതെ 9ന്റെ മൾട്ടിപ്പിൾ അല്ലേ? കാര്യം എന്താ? സം ഓഫ് ദ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 9 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുപോലെ ഇവിടെ നോക്കുമ്പോഴോ 6 4 10 8 18 18 9ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ രണ്ട് നമ്പേഴ്സും 9ന്റെ മൾട്ടിപ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? 9 കൊണ്ട് കട്ട് ചെയ്യാം. എത്ര വരും? 9 7 63 അല്ലേ? ബാക്കി എത്ര വരണം? 7 വരണം. അപ്പൊ 9 8 72 78 എന്ന് വന്നു. ഇവിടെ ആണെങ്കിലോ
9 45, ബാക്കി ഒന്ന് വരുമ്പോൾ എത്ര വരും? 52 വരും. നമുക്കറിയാം ഇവിടെ വരുമ്പോൾ വളരെ ഈസി അല്ലേ, ഇനിയിപ്പം ഒരു പാടില്ല. 26 2 എത്ര അവിടെ? 52 26 3 എത്ര? 78 അല്ലേ? അപ്പൊ നമുക്ക് കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ കിട്ടി 2:3 കിട്ടി. ഇനി ഇവരുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? പ്രോഫിറ്റിന്റെ റേഷ്യോ അല്ല, പ്രോഫിറ്റിന്റെ ആക്ച്വൽ വാല്യൂ തന്നിട്ടുണ്ട്. എത്ര? 6%. പ്രോഫിറ്റ് പെർസെന്റേജിന്റെ ആക്ച്വൽ വാല്യൂ തന്നിട്ടുണ്ട് 6%. അതുപോലെ തന്നെ എത്ര തന്നിരിക്കുന്നത്? 14.5% തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ട ഒരു ട്രിക്ക് ശ്രദ്ധിച്ച് കേട്ടോ. നമുക്ക് ഈ 14.5 എങ്ങനെ എഴുതാം? നിങ്ങൾ പറഞ്ഞേ, ഈ 14.5 എനിക്ക് എങ്ങനെ എഴുതാം? 6 പ്ലസ് അല്ലെങ്കിൽ 6% പ്ലസ് 8.5% എന്ന് എഴുതിക്കൂടെ? അതായത് 14.5 എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 6% പ്ലസ് 8.5% ഉണ്ട്. അതായത് പ്രോഫിറ്റ് പെർസെന്റേജ് ഓഫ് എയിലും ഒരു 6% ഉണ്ട്, അതായത് പ്രോഫിറ്റ് പെർസെന്റേജ് ഓഫ് ബിയിലും ഒരു 6% ഉണ്ട്. അതുകൊണ്ട് ഓവറോൾ പ്രോഫിറ്റ് പെർസെന്റേജിൽ എന്തുണ്ടായിരിക്കണം? ഡെഫിനറ്റ്ലി ഒരു 6% ഉണ്ടായിരിക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, ബി എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? എക്സ്ട്രാ ഒരു 8.5% പ്രോഫിറ്റ് ഇവിടെ നേടിയിട്ടുണ്ട്. അപ്പൊ അതിനടുത്ത് എന്താ? എക്സ്ട്രാ നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 6%-നെക്കാട്ടിലും കൂടിയൊരു വാല്യൂ ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പ്ലസ് ഇട്ട് കൊടുത്തു. ഇനി എത്രയാണ് കൂടുതൽ അത് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ എത്ര ഇൻക്രിമെന്റ് വന്നിരിക്കുന്നത്? 8.5% അല്ലേ? അത് ആര് കാരണോ? ബി കാരണോ അല്ലേ? അങ്ങനെ എത്ര യൂണിറ്റ് ഉണ്ട്? 3 യൂണിറ്റ് അല്ലേ? അപ്പൊ നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ എന്നോ ടോട്ടൽ ഫ്രീക്വൻസി എന്ത് വേണമെങ്കിലും പറയാം. നമ്മൾ ടോട്ടൽ നമ്പർ ആണല്ലോ. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും ടോട്ടൽ വരുന്നത്? 8.5% എക്സ്ട്രാ വരുന്നത്. അപ്പൊ ആ ഒരു എക്സ്ട്രാ ആവറേജ് ഇൻക്രിമെന്റ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ എക്സ്ട്രാ ആവറേജ് ഇൻക്രിമെന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സ്ട്രാ പ്രോഫിറ്റ് എത്രയാണ് ഇൻക്രിമെന്റ് ഇൻറ്റു ടോട്ടൽ എത്ര യൂണിറ്റ് ഉണ്ട്? 3 യൂണിറ്റ് അല്ലേ? അപ്പൊ അത് എന്തുകൊണ്ടാണ് ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആവറേജിന്റെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ ഒരു കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഇപ്പൊ എന്തായി മാറി? ടോട്ടൽ അല്ലേ? ഇത് എത്ര പേർക്ക് ഈക്വലി വീതിച്ചു കൊടുക്കണം? എത്ര പേർക്കായിരിക്കും? അല്ലെങ്കിൽ പെർസെന്റേജ് എത്ര പേർക്കായിരിക്കും? 2 + 3 എത്ര? 5 ആൾക്കാർക്ക് ഈക്വലി വീതിച്ചു കൊടുക്കണം. ഇതായിരിക്കും ഇവിടുത്തെ ഡേവിയേഷൻ ഉണ്ടായ ചേഞ്ച് എന്ന് പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവന്മാരെ കട്ട് ചെയ്ത് കളയാം. എത്ര വരും? 1.7 വരും. അപ്പൊ എത്ര ആയിരിക്കും? 6% പ്ലസ് 1.7 3 എത്ര ആയിരിക്കും? 5.1% എന്ന് വരും. എത്ര ആയിരിക്കും? 11.1% ആയിരിക്കും ഇവിടുത്തെ ഓവറോൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഏത് ഓപ്ഷൻ നടക്കുന്നു? ഓപ്ഷൻ ഡി ആയിരിക്കും. അതായത് ഇവിടെ നമ്മൾ എന്ത് സംഭവിച്ചു? ഡേവിയേഷൻ അപ്ലൈ ചെയ്തു. ഡേവിയേഷൻ എത്ര ഇവിടെ കിട്ടിയത്? 8.5% into 3 ആണ് ഡേവിയേഷൻ കിട്ടിയിരിക്കുന്നത്. അത് എത്ര പേർക്ക് നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്? 2 + 3, അതായത് എയുടെ 2ഉം ബിയുടെ 3ഉം ആയിട്ടുള്ള 2 + 3 5 പേർക്കാണ് നമ്മൾ ഈക്വലി വീതിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ എത്ര കിട്ടി? 5.1% കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഓവറോൾ പ്രോഫിറ്റ് പെർസെന്റേജ് എത്ര ആയിരിക്കും? 11.1% ആയിരിക്കും. അപ്പം ഇവിടെ ഡേവിയേഷൻ നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യുക. അതിന്റെ ഇവിടെ ക്ലാസ് വരാം. അതായത് നിങ്ങൾക്ക് ഓൾറെഡി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് കൺസെപ്റ്റ് വേണോ വേണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, വേണമെങ്കിൽ പറയണം. അതുപോലെ ഡേവിയേഷൻ നിങ്ങൾ പറയണം. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ക്ലാസ് വരും. അപ്പൊ അതൊന്നും ഒന്നുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ക്ലാസ്സുകൾ എത്ര വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം, നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ ഇത് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായില്ലേ? നോർമൽ വേയിൽ നിന്ന് ചെയ്ത് എക്സാം വഴിയിൽ ഇടണ്ട. ഇവിടെ നമുക്ക് ഇത് ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ ഇവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളുടെ ഏർണിംഗ്സിൽ എഴുതി വെക്കുക. എന്നിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ആയി പോകും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് പ്ലാൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ എത്രാമത്തെ ക്വസ്റ്റ്യൻ? 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതാവുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. A shopkeeper bought one type of rice at 12 per kilogram and other type at 16.25 per kilogram. After mixing both type of rice, he fixed the cost of the mixture as 14.75 per kilogram. If the total quantity of the rice be 85 kilogram, find the quantity of the first type of rice. ഒന്നുമില്ല, നമ്മുടെ റേഷൻ കടയിലൊക്കെ ചെയ്യുന്ന പരിപാടി. അതായത് ഒരു ടൈപ്പ് അരി ഉണ്ട്, എത്ര? 12 per kilogram ഉള്ള ഒരു അരി ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? വേറൊരു ടൈപ്പ് അരി ഉണ്ട്, 16.25 per kilogram ഉള്ള വേറെ ടൈപ്പ് അരി ഉണ്ട്. ഇവരെന്ത് ചെയ്യും? ഇത് രണ്ടും മിക്സ് ചെയ്യും. എന്നിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് അരി എന്ത് ചെയ്യും? പെർ കിലോഗ്രാമിന് 14.75 രൂപയ്ക്ക് വിൽക്കുന്നു. നമ്മളെ തന്നിട്ടുണ്ട് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദി റൈസ് എത്ര തന്നിരിക്കുന്നത്? 85 കിലോഗ്രാം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മിക്സ്ചറിൽ ഏത് പറഞ്ഞ ടൈപ്പ് ഓഫ് അരി എത്ര കിലോഗ്രാം ഉണ്ട്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് കണ്ടുപിടിക്കാനുള്ള നല്ലൊരു അടിപൊളി ഒരു വെപ്പൺ ഉണ്ട്. അതിന്റെ പേരാണ് എന്തായിരിക്കും? അലിഗേഷൻ എന്ന് പറഞ്ഞത്. ഏതായിരിക്കും? അലിഗേഷൻ. എല്ലാവർക്കും അറിയാം, ഇതൊരു നല്ലൊരു പവർഫുൾ വെപ്പൺ ആണ്. അലിഗേഷൻ എല്ലാവരും വിചാരിക്കും ഒരു ചാപ്റ്റർ ആണെന്ന്. അല്ല,
അലിഗേഷൻ ആക്ച്വലി ഒരു ടൂൾ ആണ്. നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിലൊരു ടൈപ്പ് ആണ് ഇത്. പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമുക്ക് രണ്ട് പ്രോഡക്റ്റ് വാങ്ങിച്ച കോസ്റ്റ് പ്രൈസ് വരും, അവരെ കമ്പൈൻ ചെയ്തിട്ട് ഒന്നിച്ച് വിൽക്കുന്ന ഒരു കോസ്റ്റ് പ്രൈസ് വരും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ വേറെ ഒരുപാട് ചാപ്റ്റേഴ്സിലൊക്കെ അലിഗേഷൻ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തോ നോക്കിക്കോ. ഈ ഷോപ്പ് കീപ്പർ ബോട്ട് വൺ ടൈപ്പ്. സപ്പോസ് ഫസ്റ്റ് ടൈപ്പിന് ഞാൻ എ എന്ന് നോട്ട് ചെയ്തു, രണ്ടാമത്തെ ടൈപ്പിന് ഞാൻ ബി എന്ന് നോട്ട് ചെയ്തു. അപ്പൊ ഷോപ്പ് കീപ്പർ ബോട്ട് വൺ ടൈപ്പ് ഓഫ് റൈസ് അറ്റ് 12 per kilogram അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈപ്പിനെ 12 per kilogram വിറ്റു, അതായത് 12 RS. രണ്ടാമത്തെ ടൈപ്പ് ആണെങ്കിലും 16.25 രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരുന്നത്. ഇനി ഇങ്ങനെ എന്ത് ചെയ്തു? സോറി, അദ്ദേഹം എന്ത് ചെയ്തു? ഇത് രണ്ടിനെയും കൂടെ എന്ത് ചെയ്തു? അങ്ങ് മിക്സ് ചെയ്തേ. ഇത് രണ്ടിനെയും കൂടെ മിക്സ് ചെയ്തിട്ട് പെർ കിലോഗ്രാം എത്ര രൂപയ്ക്ക് അയാള് എന്ത് ചെയ്തത്? കോസ്റ്റ് ഓഫ് ദി മിക്സർ എത്ര? കോസ്റ്റ് ഓഫ് ദി മിക്സർ ആണ്. അതായത് നമ്മൾ ഈ അലിഗേഷൻ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ വാല്യൂസും സെയിം ആണ്. ഇനി ഇത് കോസ്റ്റ് പ്രൈസും ഇത് കോസ്റ്റ് പ്രൈസും ആണെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന ഈ സെന്ററിൽ എഴുതുന്ന പാർട്ടും എന്തായിരിക്കണം? കോസ്റ്റ് പ്രൈസ് തന്നെ ആയിരിക്കണം. അല്ലാതെ രണ്ടുപേരും കോസ്റ്റും മിക്സ് ചെയ്ത് സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ ആ സെല്ലിംഗ് പ്രൈസിനെ കോസ്റ്റ് പ്രൈസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ ആര് തരും? നമ്മുടെ കയ്യിൽ ഒരു പ്രോഫിറ്റോ ലോസ് പെർസെന്റേജിന്റെ ഒരു ഡേറ്റ തരും. അത് വെച്ചിട്ട് നമ്മൾ അതിനെ സെല്ലിംഗ് കോസ്റ്റ് പ്രൈസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് പ്രശ്നമില്ല. കോസ്റ്റ് ഓഫ് ദി മിക്സർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്, അത് കോസ്റ്റ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 14.75 തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ അലിഗേറ്റ് ചെയ്ത് കിട്ടുന്ന റേഷ്യോ വാല്യൂ എന്ന് പറഞ്ഞാൽ ആരെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് അറിയോ? അലിഗേറ്റ് ചെയ്ത് കിട്ടുന്ന റേഷ്യോ വാല്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ദി എ ആൻഡ് ബി ആയിരിക്കും നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ അലിഗേറ്റ് ചെയ്ത് കിട്ടുന്ന റേഷ്യോ വാല്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് എ ആൻഡ് ബി ആയിരിക്കും. എന്റെ കൂടെ പറയണം, ഇത് അതുപോലെ തന്നെ നോട്ട് ചെയ്ത് വെക്കണം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ ഇവിടെ എത്ര ആയിരിക്കും? വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക. 14.25 നിന്ന് 14.75 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? നമുക്കറിയാം ഇവിടെ ഒരു 0.5 വരണം. പിന്നെ ബാക്കി 6 നിന്ന് 4 പോയി എത്ര വരും? 1.5 തരത്തില്ലേ? കറക്റ്റല്ലേ? അടുത്ത് ഇവിടെ ആണെങ്കിലോ 14.75 നിന്ന് 12 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? ഒരു 0.75 വരണം. പിന്നെ ഒരു 2 വരത്തില്ലേ? ബാക്കി 1 - 1 എന്ത് വരും? 0 ആയിട്ട് മാറും. നമുക്ക് ഈ ഒരു 2 പോയിന്റ് മാറ്റം അല്ലെങ്കിൽ 2 ഡെസിമൽ മാറ്റം നമ്മൾ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്തായി മാറും? 180 275 ആയിട്ട് കിട്ടും. നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, ഇവനെ കട്ട് ചെയ്ത് ചെറുതാക്കാം. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര ടൈംസ് ആയിരിക്കും? 30 ടൈംസും 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 5 25 55 വരും അല്ലേ? നമുക്ക് ഇനി വീണ്ടും കട്ട് ചെയ്യാം. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 6 വരും, 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 11 കിട്ടും. അപ്പൊ 6:11 നമുക്ക് കിട്ടി. ഇതെന്തായിരിക്കും? ക്വാണ്ടിറ്റി ആയിരിക്കും. ക്വാണ്ടിറ്റി ഓഫ് എ ആൻഡ് ബിയുടെ റേഷ്യോ ആയിരിക്കും ഈ തന്നിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 6:11 എന്ന് പറയുന്നത്. അതായത് എ എന്ന് പറഞ്ഞത് എന്താ? റേഷ്യോ ഓഫ് ദി എ, അതായത് എന്തിന്റെയാണ്? ക്വാണ്ടിറ്റി ഓഫ് ദി എയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ വാല്യൂ ആണ് 6 എന്ന് പറയുന്നത്. എന്താണ് 11 എന്ന് പറഞ്ഞാൽ? ക്വാണ്ടിറ്റി ഓഫ് ദി ബി ഇൻ റേഷ്യോ വാല്യൂ ആണ് 11 എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എന്താ? If the total quantity of the rice be 85 kilogram, അപ്പോൾ ഇവിടെ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് റൈസ് എന്താ? 6 + 11 17 യൂണിറ്റ് അല്ലേ? 17 യൂണിറ്റിന്റെ വാല്യൂ 85 ആണെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ ആയിരിക്കും 5 ആയിരിക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? Find the quantity of the first type of the rice. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ദി റൈസ് 6 യൂണിറ്റ് അല്ലേ? അപ്പൊ എ എന്ന് പറഞ്ഞാൽ എ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 6ന്റെ വാല്യൂ ആയിരിക്കും 30 kg ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ അലിഗേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അലിഗേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഒരു റേഷ്യോ വാല്യൂ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയുടെ റേഷ്യോ വാല്യൂസ് ആയിരിക്കും. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A man walks from his house at an average speed of 27 km/h and reaches his office at 7 minutes late. If he walks at an average speed of 45 km/h, he reaches 17 minutes early the distance of the office from his house. ഈ പറഞ്ഞിരിക്കുന്ന നമുക്ക് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ റേഷ്യോ മെത്തേഡും, രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ടും ഞാൻ പറഞ്ഞുതരാം. ആർക്കും ഒരു പരാതി ഇല്ല. ഇക്വേഷൻ അറിയുന്ന ആൾക്കാർക്ക് അതും സാറ്റിസ്ഫൈഡ് ആവും, റേഷ്യോ വെച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അവരെയും ഞാൻ അവർക്കും സാറ്റിസ്ഫൈഡ് ആവും. അതുകൊണ്ട് രണ്ടുപേരും നമുക്ക് സന്തോഷപ്പെടുത്താം. ഓക്കെ, നമുക്ക് ആ ഒരു കാര്യം ചെയ്യാം. ഇതിന്റെ കൺസെപ്റ്റ് പഠിക്കാം. നോക്കിക്കേ, നമുക്ക് പറഞ്ഞൊരു കാര്യം ഇത്രേ ഉള്ളൂ. ഒരു മാൻ ഹൗസിൽ നിന്നും എങ്ങോട്ട് പോകുന്നു? ഓഫീസിലോട്ട് പോകുന്നു. അപ്പൊ അയാൾ എന്ത് ചെയ്തു? രാവിലെ എണീറ്റ് നമ്മുടെ ഓഫീസിലോട്ട് പോകണം. ഹൗസിൽ നിന്ന് ഓഫീസിലോട്ട് പോകണം. അവിടെ തന്നിരിക്കുന്ന സ്പീഡ് നമുക്ക് തന്നിട്ടില്ലേ? ഇവിടെ എത്ര സ്പീഡ് തന്നിരിക്കുന്നത്? 27 km/h നമുക്ക് പോകുന്നത്. ഇനി അപ്പൊ എന്ത് സംഭവിച്ചു? 7 മിനിറ്റ് താമസിച്ചു പോയി. എനിക്ക് വന്ന് ബസ്സൊക്കെ പിടിച്ചായിരിക്കും പോകുന്നത്. ഇനി തിരിച്ചു വന്നപ്പോ എന്താ സംഭവിച്ചത്? തിരിച്ചു പുള്ളിക്കാരൻ ഓഫീസിൽ നിന്ന് ഹോമിലോട്ട് വന്നു. പക്ഷെ വന്നിരിക്കുന്ന സ്പീഡ് കണ്ടോ? 45 km/h വന്നിരിക്കുന്നത്. അതിനർത്ഥം
തോന്നുന്നു ക്യാബ് പിടിച്ചെന്ന് തോന്നുന്നു. അപ്പൊ 45 കിലോമീറ്റർ പെർ അവറിൽ തിരിച്ചു വന്നു. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഹോം ഓഫീസ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറുന്നോ, അല്ലെങ്കിൽ ഹോം പെട്ടെന്ന് ഓഫീസ് എണ്ണീറ്റ് മാറുന്നോ? ഒന്നുമില്ല. അവിടെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഡിസ്റ്റൻസ് സെയിം അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സോ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡും ടൈം എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം അപ്ലൈ ചെയ്തുകൂടെ? അപ്പൊ നോക്കിക്കേ, സ്പീഡിന്റെ റേഷ്യോ ആദ്യം ഇനിഷ്യൽ ആൻഡ് ഫൈനൽ എടുക്കുക. ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹോം ടു ഓഫീസ് എത്ര ആയിരിക്കും? 27 കിലോമീറ്റർ. ഇനി ഫൈനൽ എത്ര വന്നിരിക്കുന്നത്? അതായത് തിരിച്ചു വരുന്ന എത്ര സ്പീഡിലാണ് വന്നിരിക്കുന്നത്? 45 കിലോമീറ്റർ അല്ലേ? അപ്പൊ എത്ര ആയിരിക്കും? 45 കിലോമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവനെ റേഷ്യോ ആക്കി അങ്ങ് തിരിച്ചിട്ടാ പോരെ. 9 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 3 ടൈംസ് വരും. 9 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 5 ടൈംസ് വരും. അപ്പൊ ടൈമിന്റെ റേഷ്യോ എത്ര ആയിരിക്കും? 5:3 ആയിരിക്കും. നമുക്ക് ഇവിടെ ഡിഫറൻസ് ഓഫ് ടൈം എത്ര വന്നിരിക്കുന്നത്? പറഞ്ഞേ, 2 യൂണിറ്റ് അല്ലേ? നമുക്ക് ഈ 2 യൂണിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരുപാടില്ല. എങ്ങനെയായിരിക്കും? നമ്മൾ ഹോം ടു ഓഫീസ് പോയിരിക്കുന്നത് 7 മിനിറ്റ് ലേറ്റ് ആണ്. അതുപോലെ തന്നെ ഓഫീസ് ടു ഹോം വന്നിരിക്കുന്നത് എത്ര ആയിരിക്കും? 17 മിനിറ്റ് ഏർലി ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചേഞ്ച് ഇൻ ടൈം എത്ര ആയിരിക്കും? അല്ലെങ്കിൽ എത്രയാണ് ഇവിടുത്തെ ടൈം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എപ്പോഴും ഏർലി എന്ന് പറയുകയാണെങ്കിൽ അതിന് പ്ലസ് വാല്യൂ ആയിട്ട് എടുക്കണം, ലേറ്റിൽ നമ്മൾ എപ്പോഴും മൈനസ് വാല്യൂ ആയിട്ട് എടുക്കണം. അപ്പം 17 മൈനസ് ഓഫ് -7 എടുത്ത് എത്ര വരും? 17 24 കിട്ടും. സോ നമുക്ക് കണക്ട് ചെയ്യാം. 2 യൂണിറ്റിന്റെ വാല്യൂ 24 ആണെങ്കിൽ 1 യൂണിറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 12 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 12 എന്താ? ഇത് 24 മിനിറ്റ് ആണ് കേട്ടോ. അത് മറക്കല്ലേ. ഇവിടെ എത്ര ആയിരിക്കും? 12 മിനിറ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് എല്ലാവരും തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ അവറിലല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? അവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 1 യൂണിറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 12/60 അവർ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ദി ഓഫീസ് ഫ്രം ദ ഹൗസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? നമുക്ക് ഈ ഒരു കേസ് എടുത്താലോ അല്ലെങ്കിൽ ഈ ഒരു കേസ് എടുത്താലോ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. അപ്പൊ ഇവിടുത്തെ സ്പീഡ് എത്ര? 27 ആണ്. ടൈം എത്ര? 5 യൂണിറ്റ് അല്ലേ? അപ്പൊ 5 ഇൻറ്റു 1 യൂണിറ്റിന്റെ വാല്യൂ 12/60 ആണെങ്കിൽ 5 യൂണിറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 5 ഇൻറ്റു 12/60 ആയിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവന്മാരെ വെട്ടിക്കളയാം. ഇത് കട്ട് ചെയ്യുമ്പോൾ 12 വരും. 12 കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 27 ആൻസർ കിട്ടും. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എ ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ റേഷ്യോ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഇക്വേഷൻ മെത്തേഡ് ഞാൻ കാണിച്ചത് നോക്കിക്കോ, അല്ലെങ്കിൽ ഇക്വേഷൻ മെത്തേഡ് എങ്ങനെ ചെയ്യാന്ന് കാണിച്ചത് നോക്കിക്കോ. അതായത് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ഉണ്ട്, 2 പോയിന്റ് ഉണ്ട്. ഏതൊക്കെയായിരിക്കും? ഹോമും ഉണ്ട്, അതുപോലെ ഓഫീസും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അവര് നമ്മളുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാന്ന് വിചാരിക്കാം. സിമ്പിൾ. അപ്പൊ ഇവര് നമ്മളുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഹോമിൽ നിന്നും ഓഫീസിലോട്ട് പോകുന്ന സ്പീഡ് S1 ഉം ഹോമിൽ നിന്ന് ഓഫീസിലേക്ക് പോകാൻ എടുക്കുന്ന ടൈം T1 ഉം ആണെങ്കിൽ തിരിച്ച് ഓഫീസിൽ നിന്ന് ഹോമിലോട്ട് വരണ്ടേ? അപ്പൊ അവിടെ ഇരിക്കുന്ന S2 ആണ്. അതുപോലെ ടൈം എന്ന് പറഞ്ഞാൽ T2 ആണെങ്കിൽ ഇത് ഡിസ്റ്റൻസ് D ആണെങ്കിൽ നമുക്കറിയാം T2 മൈനസ് T1 ടൈം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? T2 മൈനസ് T1 എന്ന് പറഞ്ഞാൽ T2 എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ S1 മൈനസ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ S2 ആയിരിക്കത്തില്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഈ T2 മൈനസ് T1 നമുക്ക് ഡെൽറ്റ ടി എന്ന് കൊടുക്കാം. നമ്മൾ എപ്പോഴും ചേഞ്ചിനെ ഡെൽറ്റ ടി എന്നല്ല റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആരെ കോമൺ എടുക്കാം? ഡി എ കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോളെ S2 മൈനസ് S1 ഡിവൈഡ് ബൈ S1 S2 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? S1 ഇൻറ്റു S2 ഡിവൈഡ് ബൈ S2 മൈനസ് S1 ഇത് ബ്രാക്കറ്റ് കൊടുക്കുക ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കൊടുക്കുക. ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഞാനത് ഡിറൈവ് ചെയ്ത് കാണിച്ചു തന്നു എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നതെന്ന്. കാര്യം പല ആൾക്കാരും അടുത്ത ക്വസ്റ്റ്യനിൽ ഇതിന്റെ വേറൊരു ഇക്വേഷൻ കാണിക്കും. അപ്പൊ കൺഫ്യൂഷൻ ആയിട്ട് വരും. ആ ഒരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഇക്വേഷൻ എഴുതി തന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ S2 S1 നമുക്ക് ഏതാണോ വലുത് അതനുസരിച്ച് അബ്സല്യൂട്ട് വാല്യൂസ് എടുത്താൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇത് അബ്സല്യൂട്ട് വാല്യൂസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂസ് ആണ്, അതായത് ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂസ് കിട്ടണം. അപ്പൊ ഡിഫറൻസ് എത്ര ഇവിടെ? സോറി, ഡിസ്റ്റൻസിന്റെ പ്രോഡക്റ്റ് എത്ര? 27 ഇൻറ്റു 45 ഡിവൈഡ് ബൈ 45 മൈനസ് 27 ഇൻറ്റു ഡെൽറ്റ ടി എത്ര? 17 മിനിറ്റ് ഏർലിയും 17 മിനിറ്റ് ലേറ്റും എത്ര വരും? 24 എന്ന് വരും. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും? 27 ഇൻറ്റു 25 ബൈ 45 മൈനസ് 27 എത്ര ആയിരിക്കും? നിങ്ങൾ പറഞ്ഞേ 18 അല്ലേ? 18 ഇൻറ്റു 24 വരും. 6 കൊണ്ട് കട്ട് ചെയ്ത് എത്ര ടൈംസ്? 3 ടൈംസ്. 6 കൊണ്ട് കട്ട് ചെയ്ത് 4 ടൈംസ് വരും. ഇവിടെ ഒരു 12 നമുക്ക് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? കാര്യം എന്താ? ഇത് 24 മിനിറ്റ് ആണ്. അപ്പൊ അതിനെ അവരോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അതിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4 60 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 15 എന്ന് വരും. ഇനി ഇതും കട്ട് ചെയ്യുമ്പോൾ 9 കിട്ടത്തില്ലേ? ഇനി ഇത് എത്ര ടൈംസ് ആയിരിക്കും? 5 ടൈംസ്. ഇത് എത്ര ടൈംസ് ആയിരിക്കും? 3 ടൈംസ്. എവിടെയാണ് മിസ്റ്റേക്ക് വന്നേ? നമ്മൾ എവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് തരാം.
നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തി അതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കിക്കോ. 27 into 45 divided by എത്ര ആയിരിക്കും? 18 അല്ലേ വരുന്നത്? 18 into 24 divided by 60 വരട്ടെ. കാര്യം 24 മിനിറ്റ് അല്ലേ? അല്ലെ 24 മിനിറ്റ് അല്ലേ? അപ്പൊ ഇത് എത്ര വരും? 60 അവരോട് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡ് ബൈ 60 എടുത്താൽ മതി. 6 കൊണ്ട് കട്ട് ചെയ്താൽ 4 ടൈംസ്, 6 കൊണ്ട് കട്ട് ചെയ്താൽ 3 ടൈംസ് വരും. ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര ടൈംസ് ആയിരിക്കും? 15 വരും. 15 3 ടൈംസ് അല്ലേ? 3 കട്ട് ചെയ്താൽ ബാക്കി എത്ര വരും? 27 വരും. അപ്പൊ നമ്മൾ എവിടെ ഒരു 3 നേരത്തെ മിസ്സായി പോയി. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. അപ്പൊ ഇങ്ങനെ ഇക്വേഷൻ ഇട്ട് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ആ ഇക്വേഷൻ ഓർത്ത് വെക്കാം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? S1 into S2 ഡിവൈഡ് ബൈ S2 മൈനസ് S1 എന്നോ അല്ലെങ്കിൽ S1 മൈനസ് S2 എന്നോ എടുക്കാം. കാര്യം അബ്സല്യൂട്ട് വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക, അത്ര എടുത്താൽ മതി. ഇൻറ്റു ഡെൽറ്റ ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ ഇതുപോലെ ലേറ്റും ഏർലിയും വരുന്ന കേസ് ആണെങ്കിൽ ആ ഒരു മൈനസ് ഇടാൻ ആരും മറക്കരുത്. ഈ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ 2 രീതിയിലും കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും ഇത് നല്ലപോലെ ഞാൻ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് തന്നിട്ടുണ്ട്. കാര്യം അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത് ഡിറൈവ് ചെയ്തത് തന്നെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എത്രാമത്തെ ക്വസ്റ്റ്യനാ? 13ാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ? 13ാമത്തെ ക്വസ്റ്റ്യൻ ആവുന്നു. എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കണം. ഞാൻ നല്ല എനർജിയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി മുന്നിലുണ്ട്. അതെല്ലാം നമുക്ക് ചെയ്യണം. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എനർജി വേണം, എനിക്ക് എനർജി വേണം. നല്ല എന്താ ബൂസ്റ്റ് ഒക്കെ കുടിച്ച് എല്ലാവരും ഇരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A person traveled from station A to station B at 40 km/h and from B to A at 30 km/h. The entire journey took 6.3 hours. What is the distance between A and B? ഒരു പേഴ്സൺ 2 സ്ഥലത്തു നിന്നും, അതായത് എയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങോട്ട് പോകുന്നു? ബിയിലോട്ട് പോകുന്നു. അതായത് പുള്ളിക്കാരൻ ചെയ്തു, രാവിലെ എണ്ണീറ്റിട്ട് സ്റ്റേഷൻ എയിൽ നിന്ന് സ്റ്റേഷൻ ബിയിലോട്ട് പോയി. അപ്പൊ അവിടുത്തെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 40 km/h തന്നിട്ടുണ്ട്. ഇനി ബിയിൽ പോയാൽ തിരിച്ച് വീട്ടിൽ പോകണ്ടേ? അപ്പൊ അയാൾ ചെയ്തു, തിരിച്ച് വൈകിട്ട് ബിയിൽ നിന്നും എയിലോട്ട് തിരിച്ച് സ്റ്റേഷനിലോട്ട് എത്തി. ബിയിൽ നിന്നും എ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തി. അവിടെ എത്ര സ്പീഡിലായിരിക്കും? 30 km/h ആണല്ലോ. ഇവിടെയും ഡിസ്റ്റൻസ് സെയിം അല്ലേ? ഡിസ്റ്റൻസ് മാറുന്നുണ്ടോ? A to B ഡിസ്റ്റൻസ് സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്പീഡിന്റെ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ റേഷ്യോ എത്ര ആയിരിക്കും? 40 അല്ലേ? 40 കിലോമീറ്റർ ഇനിഷ്യലിയും രണ്ടാമത് 30 km/h. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെട്ടിച്ചെറുതാക്കാൻ എത്ര വരും? 4:3 എന്ന് വരത്തില്ലേ? സോ അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ റേഷ്യോ എത്ര? 3:4 എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, the entire journey took 6.3 hours എന്നാണ്. അതായത് ടോട്ടൽ ടൈം ആണ് എന്ത് പറഞ്ഞത്? 6.3. അപ്പൊ ഇവിടെ ടോട്ടൽ ടൈം എത്ര? 7 യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. 6.3 hours തന്നിട്ടുണ്ട്. ഇത് അവറിലാണ് തന്നിരിക്കുന്നത്, മറ്റേ ക്വസ്റ്റ്യനിൽ മിനിറ്റിലാണ് തന്നിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 0.9 വരും. സോ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ? നമുക്ക് ഈ ഇനിഷ്യൽ കേസിലോ ഫൈനൽ കേസിലോ എടുത്ത് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ ഇനിഷ്യൽ കേസ് ഇട്ടല്ല ചെയ്തു തന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ ക്വസ്റ്റ്യനിൽ ഫൈനൽ കേസ് ഇട്ട് ചെയ്തുതരാം. അപ്പൊ എത്ര ആയിരിക്കും സ്പീഡ്? എത്ര? 30 ആണല്ലോ. 30 into എത്ര? ഇവിടുത്തെ ടൈം എത്ര? 4 യൂണിറ്റ് അല്ലേ? 4 into ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്ര? 0.9 അല്ലേ? അപ്പൊ എത്ര വരും? 30 into 9 36 അല്ലേ? അപ്പൊ എത്ര വരും? 3.6 എന്ന് വരത്തില്ലേ? ഈ 0 പോയിന്റ് പോയി ബാക്കി 36 3 എത്ര? 108 എന്നായിരുന്നു വരുന്നത്. 108 കിലോമീറ്റർ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞത്. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ക്വസ്റ്റ്യനും തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇവിടെ ടോട്ടൽ ടൈം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. മറ്റേ കേസിൽ ഡിഫറൻസ് ആണ് നമുക്ക് തന്നിരുന്നത്. അപ്പൊ ഇവിടെ ടോട്ടൽ ടൈം ആണ് തന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെയും ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ ടൈം അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ടോട്ടൽ ടൈം കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞത് കൺസെപ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞത് ഒന്നുകൊണ്ടും പേടിക്കണ്ട. അതായത് ഇവിടെ എ എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഉണ്ട്, ബി എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഉണ്ട്. 2 പേർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഡി ആണെന്ന് വിചാരിക്കാം. രാവിലെ എണ്ണീറ്റ് എയിൽ നിന്ന് ബിയിലോട്ട് പോയി, വൈകിട്ട് എന്ത് ചെയ്തു? ബിയിൽ നിന്ന് തിരിച്ച് എയിലോട്ട് വന്നു. അപ്പം എയിൽ നിന്ന് ബിയിലോട്ട് പോകാൻ എടുത്തിരിക്കുന്ന സ്പീഡ് S1 എന്ന് വിചാരിക്കുക. അതിനെടുത്തിരിക്കുന്ന ടൈം T1 ആണെന്ന് വിചാരിക്കുക. സിമിലർലി തിരിച്ചു വരണ്ടേ? അതിനെടുത്തിരിക്കുന്ന സ്പീഡ് S2 ആണെന്ന് വിചാരിക്കുക. അതിനെടുത്തിരിക്കുന്ന ടൈം T2 ആണെങ്കിൽ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ T1 പ്ലസ് T2 ആണല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം T1 എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ S1 ആണ്. T2 എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ S2 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് കോമൺ എടുക്കുവാണെങ്കിൽ എന്ത് വരും? 1/S1 പ്ലസ് 1/S2 ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം ടോട്ടൽ ടൈം. അത് ഞാൻ ക്യാപിറ്റൽ ടിയോടെ റെപ്രസെന്റ് ചെയ്തോടെ പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇടാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോറി, ഡിസ്റ്റൻസ് ഇൻറ്റു ബ്രാക്കറ്റിലോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ S1 പ്ലസ് S2 ഡിവൈഡ് ബൈ S1 S2 ഈസ് ഈക്വൽ ടു ടോട്ടൽ ടൈം കിട്ടും.
അല്ലെ? ടോട്ടൽ ടൈം T1 പ്ലസ് T2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം ക്യാപിറ്റൽ T ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം D എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? S1 S2 ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2 ഇൻറ്റു ടോട്ടൽ ടൈം T ആയിരിക്കും. അപ്പൊ ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് പെട്ടിയിലാക്കിയിടണം. ഇതിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടിയിലാക്കിയിടണം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കാം. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് D എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? S1 ഇവിടെ എത്ര? 40 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 40 പ്ലസ് 30 എത്ര? 70 വരും. ഇൻറ്റു ടോട്ടൽ ടൈം എത്ര? 6.3 അവർ അല്ലേ? അപ്പൊ എത്ര വരും? 6.3 അവർ എന്ന് വരും. ഈ ഒരു സീറോയും കട്ട് ചെയ്ത് കളയാം. ഈ ഒരു സീറോയും കട്ട് ചെയ്ത് കളയാം. ബാക്കി എത്ര വരും? 12 ഇൻറ്റു നമുക്ക് ഈ 7ഉം 63 കട്ട് ചെയ്യുമ്പോൾ 9 വരും. അപ്പൊ 12 ഇൻറ്റു 9 എത്ര ആയിരിക്കും? 108 എന്ന് കിട്ടും. അപ്പം ഇക്വേഷൻ ഇട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഇനി റേഷ്യോ മെത്തേഡ് മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ അതും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇക്വേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് ഡിറൈവും ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ ആണല്ലോ? നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. എത്രാമത്തെ ക്വസ്റ്റിനാണ്? 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ മുന്നിൽ വന്നിട്ടുണ്ട്. നമുക്ക് ചെയ്തു തുടങ്ങാം. നോക്കിക്കോ. മനീഷ സ്കോർസ് 35% ആൻഡ് ഫെയിൽസ് ബൈ 15 മാർക്ക്. ഞാൻ ഈ കൺസെപ്റ്റ് A into B കോൺസ്റ്റന്റ് ആണെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ മനീഷ സ്കോർസ് 35% ആൻഡ് ഫെയിൽസ് ബൈ എത്ര? 15 മാർക്ക്. അടുത്തത് while Deepthi scores 45% mark and get 35 more than the passing mark. Find the passing mark. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. മനീഷ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എക്സാം ടോട്ടൽ മാർക്കിന്റെ 35% മാർക്ക് വാങ്ങിച്ചു. പക്ഷെ പുള്ളിക്കാരി എന്ത് സംഭവിച്ചു? 15 മാർക്കിന് ഫെയിൽ ആയി. അതായത് പാസിംഗ് മാർക്കിനെക്കാട്ടിലും 15 മാർക്ക് കുറച്ചല്ലേ വാങ്ങിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റി? എക്സാമിന് ക്ലിയർ ആയില്ല, അല്ലെങ്കിൽ കട്ട് ഓഫ് കയറിയില്ല. നമ്മളിവിടെ പാസിംഗ് മാർക്ക് നമ്മുടെ കേസിൽ നമ്മുടെ എക്സാമുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കട്ട് ഓഫ് പോലെയാണ്. ഇനി ദീപ്തി ആണെങ്കിലോ ടോട്ടൽ മാർക്കിന്റെ 45% മാർക്ക് വാങ്ങിച്ചു. പക്ഷെ പാസിംഗ് മാർക്കിനെക്കാട്ടിലും 35 മാർക്ക് കൂടുതൽ വാങ്ങിച്ചു. അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യാം? ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു പിക്ചോറൽ റെപ്രസെന്റേഷൻ വെച്ച് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ 2 ആൾക്കാരുണ്ട്. ഈ ഒരു ലൈനിന്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ പാസ് ആയിരിക്കും. ഈ ഒരു ലൈനിന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫെയിൽ ആയിരിക്കും. അപ്പൊ ഈ ലൈൻ എന്തായിരിക്കും? ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? പാസിംഗ് മാർക്ക് ആയിരിക്കും. അപ്പം ഇത് ഫെയിൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഫസ്റ്റ് കേസ് ആണ് ദീപ്തി അല്ലേ? ദീപ്തി ആണല്ലോ നമ്മുടെ പാസ് ആയിരിക്കുന്നത്. അപ്പൊ ദീപ്തി എത്ര മാർക്കാണ് സ്കോർ ചെയ്തിരിക്കുന്നത്? ടോട്ടൽ മാർക്കിന്റെ 45% എന്ത് ചെയ്തു? ദീപ്തി സ്കോർ ചെയ്തു. പക്ഷെ പാസിംഗ് മാർക്കിനേക്കാളും എത്ര മാർക്ക് കൂടുതൽ വാങ്ങിച്ചു? 35 മാർക്കാണ് പാസിംഗ് മാർക്കിനെക്കാട്ടിലും ദീപ്തി എക്സ്ട്രാ വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷെ മനീഷയുടെ കേസ് ആണെങ്കിലും, അപ്പൊ മനീഷ ആണെങ്കിൽ പാസിംഗ് മാർക്കിന്റെ ടോട്ടൽ മാർക്കിന്റെ എത്ര? 35% മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷെ എന്ത് പറ്റി? ആ പാവം അൺലക്കി അല്ലേ? 15 മാർക്ക് കുറച്ച് മാർക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കട്ട് ഓഫ് കയറിയില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? ചേഞ്ച് ഇൻ പെർസെന്റേജ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വാല്യൂ എടുത്തൂടെ? അപ്പൊ ഇവിടെ കൺസെപ്റ്റ് ഉണ്ട്. ഈ മനീഷയ്ക്ക് 35% കൂടെ, അതായത് ടോട്ടൽ മാർക്കിന്റെ 35% കൂടെ ഈ ഒരു 15 മാർക്ക് കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ മനീഷയ്ക്ക് എന്ത് മാർക്ക് കിട്ടും? പാസിംഗ് മാർക്ക് കിട്ടും. സിമിലർലി ദീപ്തിയുടെ കേസ് ആണെങ്കിലും ടോട്ടൽ മാർക്കിന്റെ 45% നിന്നും ഈ ഒരു 30% കുറച്ചിരുന്നുവെങ്കിൽ, ആ ഒരു കുറവ് മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ ദീപ്തിക്കും ഏത് മാർക്കാണ് കിട്ടുന്നത്? പാസിംഗ് മാർക്കായിരിക്കും കിട്ടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ പെർസെന്റേജ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വാല്യൂ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചേഞ്ച് ഇൻ പെർസെന്റേജ് എത്ര? 45 മൈനസ് 35 എത്ര വരും? 10% വരും. അപ്പൊ ഈ 10% വാല്യൂ, ചേഞ്ച് ഇൻ വാല്യൂ എത്ര വരുന്നത്? 35. അതായത് പ്ലസ് 35 മൈനസ് ഓഫ് മൈനസ് 15 വരെ എത്ര ആയിരിക്കും വരുന്നത്? 35 പ്ലസ് 15 50 അല്ലേ? 50 കിട്ടി. സോ 1% വാല്യൂ എത്ര ആയിരിക്കും? 5 കിട്ടത്തില്ലേ? സോ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? പാസിംഗ് മാർക്ക് കണ്ടുപിടിക്കാം. അപ്പൊ പാസിംഗ് മാർക്ക് നമുക്ക് മനീഷയുടെ കേസിൽ നിന്നോ അല്ലെങ്കിൽ ദീപ്തിയുടെ കേസിൽ നിന്നോ കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ആണ്. ടോട്ടൽ മാർക്ക് എത്ര ആയിരിക്കും? നോക്കിയേ, മനീഷ ഇവിടെ എത്ര വാങ്ങിച്ചത്? 35% മാത്രമല്ലേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്കറിയാം 1% വാല്യൂ എത്ര? 5 അല്ലേ? അപ്പൊ മനീഷ എത്ര വാങ്ങിച്ചത്? 35% അല്ലേ വാങ്ങിച്ചത്. അപ്പൊ 35 വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 5 ചെയ്താൽ മതി. എത്ര വരും? 5 25 ശിഷ്ടം 2 I 3 15 2 17. അപ്പൊ മനീഷ എത്ര സ്കോർ ചെയ്തിരിക്കുന്നത്? 175 മാർക്കാണ് മനീഷ സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ മനീഷയ്ക്ക് 175 സ്കോർ ചെയ്തു. അതിന്റെ കൂടെ ഒരു 15 മാർക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മനീഷ എന്തായാലും പാസിംഗ് മാർക്ക് സെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ പാസിംഗ് മാർക്ക് നേടിയേനെ. അപ്പൊ എത്ര ആയിരിക്കും ഇവിടുത്തെ പാസിംഗ് മാർക്ക് എന്ന് പറഞ്ഞാൽ? 175 പ്ലസ് 15 190 ആയിരിക്കും.
മനീഷയുടെ പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത്. സിമിലർലി നമുക്ക് ഈ ഒരു ദീപ്തിയുടെ കേസിൽ നിന്ന് എടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ 35% കണ്ടുപിടിച്ച വാല്യൂ ഇവിടെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 45% വാല്യൂ കണ്ടുപിടിക്കാം. 45% വാല്യൂവിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 35 മൈനസ് ചെയ്ത് നമുക്ക് ഇത് കിട്ടും. ഈ പറഞ്ഞ പോലെ ദീപ്തിയുടെ കേസിൽ നമുക്ക് പാസിംഗ് മാർക്ക് കിട്ടും. അപ്പൊ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചോളെ, വാട്ട് ഈസ് ദി ടോട്ടൽ മാർക്ക്? വാട്ട് ഈസ് ദി ടോട്ടൽ മാർക്ക് ഓഫ് ദി എക്സാം? ഇത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. വാട്ട് ഈസ് ദി ടോട്ടൽ മാർക്ക് ഓഫ് ദി എക്സാം? വേണമെങ്കിൽ ഞാനൊരു ഹിന്റ് തരാം. ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ ഓൾവേസ് എത്ര ആയിരിക്കും? 100% ആയിരിക്കും. ടോട്ടൽ മാർക്ക് ഓൾവേസ് എന്തായിരിക്കും? 100% ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 1% വാല്യൂ 5 ആണെങ്കിൽ 100% വാല്യൂ എന്തായിരിക്കും? നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവർക്കും 100% വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പാടുന്നില്ലല്ലോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ 100% വാല്യൂ അല്ലെങ്കിൽ ടോട്ടൽ മാർക്കാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം. ഇനിയിപ്പോ നിങ്ങൾ കമന്റ് ഒന്നും ചെയ്യണ്ട. നോക്കിക്കേ, നമുക്കറിയാം ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 100% അല്ലേ? അപ്പൊ 100% വാല്യൂ കണ്ടുപിടിക്കാൻ ചെയ്താൽ 5 ചെയ്താൽ വരും എത്ര വരും? 500 ആണ് ടോട്ടൽ മാർക്ക്. അതായത് ഈ ഒരു എക്സാം എന്ന് പറഞ്ഞത് ആ ഒരു എക്സാമിന്റെ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 500 ആണ്. 500ൽ 175 മാർക്കാണ് മനീഷ സ്കോർ ചെയ്തത്. അതുപോലെ തന്നെ 45ന്റെ എത്ര 5% എടുക്കുമ്പോൾ അതായിരിക്കും ദീപ്തി സ്കോർ ചെയ്തത്. ഇതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഏതായിരിക്കും ഇതിന്റെ ആൻസർ? 190 ആയിരിക്കും ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യം ചെയ്യാം, അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം. എത്രാമത്തെ ക്വസ്റ്റിനാ? 15ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആവുന്നിരിക്കുന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. A bag contains 1 Rs, അതായത് 1 rupees ആണ്, 1 Rs, 2 Rs and 5 Rs coins in the ratio 5:3:2 amounting to Rs 525, അതായത് 525 ആയിട്ട് മാറുന്നു. Find the number of coins of each type respectively. അതായത് ഈ ഒരു കോയിന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് RRB ക്ലർക്കിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് ഒരു ചെറിയൊരു കൺസെപ്റ്റ് കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് 25 പൈസയുടെ ഡിനോ അതിന്റെ വാല്യൂ എത്ര ആയിരിക്കും അറിയോ? 25 പൈസയുടെ വാല്യൂ 1/4 Rs ആയിരിക്കും. അതുപോലെ 50 പൈസ, 50 രൂപയല്ല 50 പൈസ, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 Rs ആയിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ബാക്കി ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചത് നോക്കിക്കോ. നമ്മൾ പറഞ്ഞിട്ടുള്ള ഏതൊക്കെ ടൈപ്പ് കോയിൻസ് ഉള്ളത്? 1 Rs ഉണ്ട്, അതുപോലെ തന്നെ 2 Rs ഉണ്ട്, അതുപോലെ തന്നെ അടുത്ത ഏതായിരിക്കും? 5 Rs ഉണ്ട്. ഇനി അവരുടെ നമ്പർ റേഷ്യോ എത്ര ആയിരിക്കും? എത്ര നമുക്ക് number of coins are തന്നിരിക്കുന്നത്? The bag contain 1 Rs, 2 Rs and 5 Rs coins in the ratio 5:3:2. അപ്പൊ അവരുടെ നമ്പർ റേഷ്യോ തന്നിട്ടുണ്ട് എത്ര? 5:3:2 തന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ടോട്ടൽ വാല്യൂ നമുക്ക് തന്നിട്ട് എത്ര? 525 അല്ലേ? അപ്പൊ അതെങ്ങനെ 525 വരുന്നത് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ. നമ്മൾ എന്ത് ചെയ്താൽ മതി? എളുപ്പത്തിന് വേണ്ടി ഇതിന് എന്ത് ചെയ്യുക? X ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിന്റെ ടോട്ടൽ വാല്യൂ എത്ര ആയിരിക്കും? ടോട്ടൽ എത്ര 1 Rs വാല്യൂ ഉണ്ട്? അപ്പം ഒരു കോയിന്റെ വാല്യൂ 1 രൂപയാണെങ്കിൽ 5x നമ്പർ ഓഫ് കോയിൻസിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 5x ആയിരിക്കും. ഇനി ഒരു കോയിന്റെ വാല്യൂ 2 Rs ആകുമ്പോൾ ഒരു കോയിന്റെ വാല്യൂ 2 രൂപയല്ലേ? 2 വാല്യൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ആയിരിക്കും? 6x ആയിരിക്കും. ഇവിടെ ആണെങ്കിലോ ടോട്ടൽ 10x ആയിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട വാല്യൂ എത്ര ആയിരിക്കണം? 525 ആയിരിക്കണം. എത്ര വരുന്നത്? 6 5 11 10 21x വാല്യൂ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 525. അപ്പൊ ഒരു എക്സിന്റെ വാല്യൂ എത്ര ആയിരിക്കും? നിങ്ങൾ പറഞ്ഞേ 525 ഡിവൈഡഡ് ബൈ 21 വരും. അപ്പൊ എത്ര ആയിരിക്കും വാല്യൂ വരുന്നത്? നിങ്ങൾ പറഞ്ഞേ 2 ടൈംസ് വരും. ബാക്കി എത്ര? 40 105 അല്ലേ? 5 ടൈംസ് അല്ല, 25 21 അല്ലേ? നമുക്ക് നോക്കാം. 25 20 എത്ര? 500 വരും. പിന്നെ ഒരു 1 ടൈംസ് കൂടെ വരും. അപ്പൊ 525 അല്ലേ? തീർച്ചയായിട്ടും. അപ്പം എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 25 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് കോയിൻസ് ഓഫ് ഈച്ച് ടൈപ്പ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം 1 Rsന്റെ വാല്യൂ 1 ഫസ്റ്റ് അല്ലേ? 1 Rs ഞാൻ ഫസ്റ്റ് എഴുതിയല്ലേ? അപ്പൊ 1 Rsന്റെ വാല്യൂ എത്ര ആയിരിക്കും? 5x ആണല്ലോ. അപ്പൊ എത്ര വരണം? 125 ആയിരിക്കും. 2 Rsന്റെ വാല്യൂ എത്ര ആയിരിക്കും? 3x അല്ലേ? അപ്പൊ 3xന്റെ വാല്യൂ എത്ര? 25 3 75 ആയിരിക്കും. അടുത്തത് 5 Rs ആണോ? ഓക്കെ, 5 Rsന്റെ വാല്യൂ എത്ര? 2x അല്ലേ? അതിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 50 ആയിരിക്കും. അപ്പൊ 125 75 50 ഏതാ ഓപ്ഷൻ? 125 75 50 ഓപ്ഷൻ ബി ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയുള്ള കാര്യം വളരെ സിമ്പിൾ ആണ്. അപ്പം ആരും ഒന്നുകൊണ്ടും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ ഇതൊക്കെ വരുമോ എന്നൊന്നും പറഞ്ഞ് പേടിച്ചിരിക്കണ്ട. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പ്രോപ്പർ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ നിങ്ങളുടെ മുൻപിൽ വന്നു. 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മുൻപിൽ വരുന്നത്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഇത് വോട്ടാൻ സ്ട്രീമിലെ ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു അടിപൊളി റേഷ്യോന്റെ ഒരു ട്രിക്ക് കൂടെ ഞാൻ പറഞ്ഞത്. നോക്കിക്കോ. ഇൻ സെയിം ടൈം തുടക്കത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടൈം സെയിം ആണെന്ന്. എ ബോട്ട് ക്യാൻ റോ ഡബിൾ ദ ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം ദാറ്റ് ഇറ്റ് ക്യാൻ റോ അപ് സ്ട്രീം.
If the speed of the stream is 4 km/h, then find the speed of the boat in still water. അപ്പൊ നമ്മളോട് പറയാണ് സെയിം ടൈമില് ഒരു ബോട്ടിന് എന്ത് ചെയ്യാൻ പറ്റും, ഡബിൾ ദ ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം ദാറ്റ് ഓഫ് അപ് സ്ട്രീം. അതായത് അപ് സ്ട്രീമിൽ പോകുന്ന എത്ര ഡിസ്റ്റൻസ് ആണോ അതിന്റെ ഡബിൾ ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം പോകാൻ പറ്റും. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ രണ്ട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്പീഡിന്റെ ടൈം അല്ലേ. ടൈം കോൺസ്റ്റന്റ് ആകുമ്പോൾ ഡിസ്റ്റൻസും സ്പീഡും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഞാൻ ഈ ബോട്ട് ആൻഡ് സ്ട്രീം ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അത് എന്റെ ക്ലാസ് റെഗുലർ ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം. എന്തായിരിക്കും ആ മെത്തേഡ്? USSD മെത്തേഡ് എന്ന് പറയും. ഇതിൽ U എന്ന് പറഞ്ഞാൽ എന്താ, അപ് സ്ട്രീം സ്പീഡ്. ഈ ഫസ്റ്റ് എസ് എന്തായിരിക്കും, സ്പീഡ് ഓഫ് ദ സ്ട്രീം. രണ്ടാമത്തെ എസ് എന്താ, സ്പീഡ് ഓഫ് ദ ബോട്ട്. ഡി എന്ന് പറഞ്ഞാൽ എന്താ, ഡൗൺ സ്ട്രീം സ്പീഡ് അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം. സോ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസിന്റെ റേഷ്യോ നമുക്ക് ഇവിടെ തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. ഡബിൾ ദ ഡിസ്റ്റൻസ് ഓഫ് അപ് സ്ട്രീം എന്ന്, അതായത് അപ് സ്ട്രീമിന് പോകാൻ എടുത്തിരിക്കുന്ന ഒരു വാല്യൂ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണെങ്കിൽ ഡൗൺ സ്ട്രീം എത്ര പോകും, 2 യൂണിറ്റ് പോകും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്പീഡിന്റെ റേഷ്യോ എത്ര ആയിരിക്കും, 1:2 തന്നെ വരത്തില്ല. കാര്യം എന്താ, ഇത് ഡിസ്റ്റൻസിന്റെ റേഷ്യോ, ഇത് സ്പീഡിന്റെ റേഷ്യോ. ഡിസ്റ്റൻസിന്റെ റേഷ്യോ എന്താണോ അത് തന്നെയായിരിക്കും സ്പീഡിന്റെ റേഷ്യോ. കാര്യം എന്താ, ടൈം കോൺസ്റ്റന്റ് ആയത് ഡിസ്റ്റൻസും സ്പീഡും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആരെ കണ്ടുപിടിക്കാം, സ്പീഡ് ഓഫ് ദ ബോട്ട് കണ്ടുപിടിക്കാം. സ്പീഡ് ഓഫ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഇങ്ങോട്ട് എഴുതാം, D+U/2 ആയിരിക്കും. സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്താ, D-U/2 ആയിരിക്കും. അപ്പൊ എത്ര വരണം, 2 + 1/2 1.5 2 - 1/2 0.5 ആയിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ 0.5 മാറ്റാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റേഷ്യോ ആയിട്ട് കിട്ടും 2, 1, 3 and 4 എന്ന് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ, if the speed of the stream is 4 km/h എന്നല്ലേ. അപ്പൊ നമുക്ക് ഒരു യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, 4 തന്നിട്ടുണ്ട്. എത്ര ടൈംസ്, 4 ടൈംസ് ആയിരിക്കും. then find the speed of the boat അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് ഓഫ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് ആണ്. അപ്പൊ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും, 12 km/h എന്ന് വരും. ഏതാ ഓപ്ഷൻ, ഓപ്ഷൻ ബി ആയിരിക്കും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞത്. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ USSD മെത്തേഡ് ഞാൻ അതിന്റെ ഒരു കൺസെപ്റ്റ് വേണ്ടി ഇട്ട് തരാം. കാര്യം നല്ലൊരു അടിപൊളി മെത്തേഡാണ്, ഒരുപാട് ആൾക്കാർക്ക് ഇത് വേണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഇതിന്റെ കൺസെപ്റ്റ് വേണ്ടി ചെയ്തു തരാം. നല്ല അടിപൊളി ഒരു കൺസെപ്റ്റ് ആണ്. ബോട്ട്സ് ആൻഡ് സ്ട്രീംസിൽ ഇനി എത്ര വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നാൽ പോലും നിങ്ങൾ എന്റെ മുന്നത്തെ ക്ലാസ്സുകൾ നോക്കിയാൽ മനസ്സിലാവും, RRB PO-യൊക്കെ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ഒക്കെ USSD വെച്ച് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് പഠിപ്പിച്ചു തരാം, ഡോണ്ട് വറി. ഓക്കെ ആണല്ലോ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കണം. അപ്പൊ ഞാൻ ഇത് കൂടാതെ നിങ്ങൾ ചെയ്യേണ്ട എക്സ്ട്രാ കാര്യങ്ങളോട് പറഞ്ഞുതരാം. ഇത് നമ്മുടെ ദിശ ബാങ്കിങ് മലയാളം ചാനലിനകത്ത്, അതായത് നമ്മൾ ഇപ്പോഴത്തെ ഈ ക്ലാസ് വരുന്ന യൂട്യൂബ് ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, RRB SBI IBPS ക്ലർക്ക് പ്രിലിംസ് എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് 11 ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇതുപോലെ അരിത്തമെറ്റിക്കിന്റെ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്, വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നല്ല നല്ല കൺസെപ്റ്റുകളും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഓരോ ക്ലാസ്സിലും, അതായത് എല്ലാ ടൈപ്പിന്റെയും എല്ലാ ചാപ്റ്ററുകളും, ബോട്ട്സ് ആൻഡ് സ്ട്രീംസ്, പൈപ്പ് ആൻഡ് സിസ്റ്റം, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെന്റേജ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ 11 ക്ലാസ് എടുത്തിട്ടുണ്ട്. 11 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നത്രയും ക്ലാസ്സുകൾ കാണുക, ആ ക്വസ്റ്റ്യൻസ് കൊണ്ട് റിവിഷൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, 80 ഔട്ട് ഓഫ് 80 എന്നുള്ള ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാം. QA നിന്ന് നമുക്ക് 40 ഔട്ട് ഓഫ് 40 നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റും. അപ്പൊ ഈ ഒരു ക്ലാസ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് റിവിഷൻ ചെയ്യുക, ചെയ്ത് നോക്കുക. പറഞ്ഞു തന്നിരിക്കുന്ന കൺസെപ്റ്റുകൾ, ഡേവിയേഷൻ പറഞ്ഞു തന്നു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് പറഞ്ഞു തന്നു, ഇപ്പൊ USSD പറഞ്ഞു തന്നു, അങ്ങനെ ഒരുപാട് മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു സമയം പോലും കളയരുത്, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പൊ ഈ ഒരു പ്ലേലിസ്റ്റും കൂടെ നിങ്ങൾ ഇതേ ക്ലാസ്സുകളെ കാണുക, നല്ല ക്ലാസ് ആണ്. ഇനി അവസാനമായിട്ട് പറയുന്നത്, ഈ ഒരു ഡേറ്റ് മറക്കരുത്, ജനുവരി 12-ാം തീയതി നമ്മുടെ പുതിയൊരു ബാങ്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം. റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് കിട്ടും, അതും പ്രിലിംസിന്റെയും മെയിൻസിന്റെയും. നിങ്ങൾക്ക് കറണ്ട് അഫയറിന്റെ മന്ത്ലി ടെസ്റ്റ് കാണും, ഇവിടെ എഡിറ്റോറിയൽ പ്രസന്റേഷൻ ഉണ്ട്, അതുപോലെ എഡിറ്റോറിയൽ സമ്മറി നമ്മളിവിടെ കറക്റ്റായിട്ട് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് എഴുതിപ്പിക്കുന്നുണ്ട്. ഇവിടെ ലാബ് ഫെസിലിറ്റീസ് ആയി മെന്റർ സപ്പോർട്ട് ഉണ്ട്, വർക്ക്ഔട്ട് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഓരോ എക്സാമിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ക്ലാസ്സും, അതുപോലെ തന്നെ മെയിൻസിനാണെങ്കിൽ മെയിൻസിന്റെ സെപ്പറേറ്റ് ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കരുത്. ഈ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം, വേഗം വിളിക്കണം, നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യണം. നല്ല ഒരു തുടക്കമാവട്ടെ നമുക്ക് ജനുവരിയിൽ, അതെ 2026 നിങ്ങളുടെ റെസൊല്യൂഷൻ ഒക്കെ എഴുതി വെച്ചിട്ട്, ഞാൻ ഈ വർഷത്തെ ബാങ്ക് എക്സാം ഞാൻ എഴുതിയെടുക്കും, അതിനുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്തുതരാം. നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം. അപ്പൊ നിങ്ങൾ നല്ലപോലെ പഠിക്കുക, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പൊ താങ്ക് യു സോ മച്ച്, ഓൾ ദി ബെസ്റ്റ്. ഇനി എക്സാമിന് നമുക്ക് കാണാം. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് എക്സാം നല്ല അടിച്ചു പൊളിച്ച് എഴുതിയിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.